ഈ നാടകത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്തട്ടെ. സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച സതീർത്ഥരായ നിങ്ങൾ ഓരോരുത്തർക്കും സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ചർച്ച് കലാസമിതിയുടെ അഭിവാദനങ്ങൾ. ഈ നാടകം ഇന്നിവിടെ അവതരിപ്പിക്കുവാൻ നമ്മോടുകൂടെ ആദിയോടന്ത് സഹകരിച്ച വികാരിമാരായ എത്രയും ബഹുമാനപ്പെട്ട തോമസ് അമ്പോൾ അച്ഛനോടും CK തോമസ് അച്ഛനോടും ഗ്രിഗറി വർഗീസ് അച്ഛനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ട്രസ്റ്റിമാരായ VM വർഗീസ്, ഷിബു വർഗീസ് എന്നിവരോടും പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും കുടുംബ യൂണിറ്റ് സെക്രട്ടറിമാരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായി പരസ്യങ്ങൾ കൊണ്ട് സാമ്പത്തികമായും സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഈ നാടകത്തിന്റെ അരങ്ങിലും മണിയറയിലും പ്രവർത്തിച്ചവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സർവശ്രീ ജോർജ് വർഗീസ്, സാജു എബ്രഹാം, ഷാജി M ജേക്കബ്, തമ്പി നടുക്കുടി, ബിജു CP, TT പത്രോസ്, ജൂഡ്സൺ വർഗീസ്, സജി TA, മധു K പീറ്റർ, TK തങ്കച്ചൻ, PC പൗലോസ്, മിഥുൻ മാത്യു, എലിയാസ് പോൾ, റോബിൻ ഷിബു, അനീഷ് ലാസർ, പൗലോസ് TM, ജെസി ജേക്കബ്, മോളി പൗലോസ്, അലീന സണ്ണി, സൂസൻ തങ്കച്ചൻ, ആൻമേരി ജോയി, അയലിൻ ഹന്ന സാജു, സെബിൻ സജി, അലേൻ എബ്രഹാം സാജു, ഇവാൻ വിനു, ലിഡ കുര്യാക്കോസ്. ചമയം വസ്ത്രാലങ്കാരം സജീവൻ ഗോകുലം. ശബ്ദവും വെളിച്ചവും ടോണ്ട് കിഴക്കമ്പലം. റെക്കോർഡിംഗ് അതിൻ ജോർജ് ആൻഡ് അലൻ അനിൽ മാത്യു. ശബ്ദമിശ്രണം ജിബി എക്സൽ കമ്മ്യൂണിക്കേഷൻസ് കിഴക്കമ്പലം. എഡിറ്റിംഗ് പ്രകാശ് എക്സൽ കമ്മ്യൂണിക്കേഷൻസ് കിഴക്കമ്പലം. രംഗനിയന്ത്രണം ബെന്നി VM ആൻഡ് ജിനു മധു. ഡിജിറ്റൽ പശ്ചാത്തലം റോയൽ വിഷൻ. ഛായാഗ്രഹണം JC ന്യൂസ്. നാടകരചന സംവിധാനം മധു K പീറ്റർ ആൻഡ് TK തങ്കച്ചൻ. നിങ്ങളുടെ ഏവരുടെയും നിർലോഭമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. പ്രിയ കലാസ്നേഹികളെ, കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികത്തോടനുബന്ധിച്ച് ഒരു കലാരൂപം എന്നതിലുപരി സുവിശേഷ പ്രഘോഷണം എന്ന രീതിയിൽ മാത്രം വീക്ഷിച്ച് ആദ്യാവസാനം വരെ നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. നമ്മുടെ ഇടവകയുടെ കാവൽ പിതാക്കന്മാരായ വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ ജീവചരിത്രം ഇടവക ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ആഗ്രഹത്താൽ മുൻ വർഷത്തെ കുടുംബ യൂണിറ്റ് വാർഷികത്തോടനുബന്ധിച്ച് വിശുദ്ധ പത്രോസ് ലീഹ എന്ന നാടകം ഞങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഈ വർഷം വിശുദ്ധ പൗലോസ് ലീഹയുടെ സംഭവ ബഹുലമായ ജീവചരിത്രത്തിൽ നിന്ന് കുറെ ഏടുകൾ അടർത്തിയെടുത്ത് കിഴക്കമ്പലം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ചർച്ച് കലാസമിതി അവതരിപ്പിക്കുന്നു വിശുദ്ധ പൗലോസ് ലീഹ. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യെരുശലേമിൽ ശ്ലീഹന്മാരുടെ പ്രവർത്തനം മൂലം അനേകർ ക്രിസ്ത്യാനികളായി. ക്രിസ്ത്യാനികൾ പെരുകിയതുകൊണ്ടും ശ്ലീഹന്മാർ പലരും പല നാടുകളിൽ സുവിശേഷീകരണവുമായി പോയതുകൊണ്ടും യെരുശലേമിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ പരിശുദ്ധാത്മ നിറവും ജ്ഞാനവും നല്ല സാക്ഷ്യവുമുള്ള 7 പുരുഷന്മാരെ സുവിശേഷ വേല നിർവഹിക്കുന്നതിനു വേണ്ടി അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്തു. കൈവെപ്പ് നൽകി ശമ്മാശന്മാരാക്കി. അതിൽ പ്രമുഖനായിരുന്നു വിശ്വാസവും ആത്മനിറവുള്ളവനുമായ യുവാവായ സ്തേഫാനോസ്. കൂടാതെ ഫിലിപ്പോസ്, പ്രോക്കോറോസ്, നിക്കാനോർ, തീമോൻ, ഫർമിന, നിക്കലാവോസ് എന്നിവരെയും തിരഞ്ഞെടുത്തു. സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനമധ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു.
യെരുശലേം നിവാസികളെ, അബ്രഹാം പിതാവിന്റെ കാലം മുതൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ദീർഘദർശിയായ മോശയുടെ കാലത്ത് ദൈവം നമുക്ക് ന്യായപ്രമാണം നൽകി. സ്തെഫാനോസ്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മോശയുടെ ന്യായപ്രമാണം കൃത്യമായി പാലിക്കുന്നവരാണ് ഞങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ നിയമങ്ങൾ പാലിക്കുന്നു എന്ന് പറയുന്നു, എങ്കിലും നിങ്ങൾ അതിനെ ആചരിച്ചില്ല. നിങ്ങളുടെ പാപം വർദ്ധിച്ചു വന്നു. നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കൂ, നിങ്ങൾ യഹോവയുടെ നിയമങ്ങൾ സത്യമായും ആചരിച്ചിട്ടുണ്ടോ എന്ന്. സ്തെഫാനോസ്, നിങ്ങൾ ഞങ്ങളെ കുറ്റം വിധിക്കുകയാണ്. നിങ്ങളുടെ ഗുരു എന്ന് പറയുന്ന നസ്രാനായ യേശു കുറെ നാൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്നു. സഹോദരന്മാരെ, പിതാവാം ദൈവം നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പക്ഷേ നിങ്ങൾ അവന് ചെവി കൊടുത്തില്ല, അവനെ അംഗീകരിച്ചുമില്ല. സ്തെഫാനോസ്, തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ രക്ഷകൻ ഇതുവരെയും ജനിച്ചിട്ടില്ല. ഞങ്ങൾ അവനെ കാത്തിരിക്കുകയാണ്. തിരുവെഴുത്തുകളിൽ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നിങ്ങളോട് അറിയിച്ചില്ലേ, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഞങ്ങൾ വായിച്ചിട്ടുള്ള തിരുവെഴുത്തുകളും പഠിപ്പിക്കലുകളും നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഇതിന് നിനക്ക് ആരധികാരം തന്നു? എന്റെ കർത്താവിന്റെ 12 സ്ലീഹന്മാരുടെ കൈവെപ്പിലൂടെ എനിക്കിത് സംസാരിക്കാൻ അധികാരം ലഭിച്ചിരിക്കുന്നു. സ്തെഫാനോസ്, നീയും നിന്റെ ആളുകളും ഇത്തരം പഠിപ്പിക്കലുകളിലൂടെ ഇസ്രായേൽ ജനത്തെ വീണ്ടും വഴിതെറ്റിക്കുകയാണ്. നിന്നെ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഹേ മൂഢന്മാരെ, ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും എഴുന്നേറ്റ് കർത്താവിനും തന്റെ അഭിഷിക്തനുമെതിരായി കൂടിയാലോചന ചെയ്തു എന്ന് തിരുവെഴുത്തുകളിൽ തന്റെ ദാസനായ ദാവീദ് മുഖാന്തരം എഴുതപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളാൽ കൊല ചെയ്യപ്പെട്ട നസ്രായനായ യേശു തന്നെയെന്ന് നിങ്ങൾ വിശ്വസിക്കാത്തതെന്ത്? നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും പാപം ചെയ്തിരിക്കുന്നു. നിർത്തൂ നിന്റെ ജൽപ്പനങ്ങൾ. ഹേ ഇസ്രായേലിലെ ബഹുമാനരായ പുരോഹിതന്മാരെ, ജനങ്ങളെ, നമ്മുടെ പിതാക്കന്മാരുടെ പേരിലും ഇവൻ കുറ്റാരോപണം നടത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഓരോരുവന്റെയും രക്ഷകനായി സ്വർഗം ചായ്ച്ചിറങ്ങി വന്നവനായ യേശുവിനെ നിങ്ങൾ പിടിച്ചുകെട്ടി ഒരു കള്ളനെ എന്ന പോലെ അടിച്ച് മൃതപ്രായനാക്കി കൊന്നുകളഞ്ഞു. എന്നാൽ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. അതെ, ഞാൻ അവന്റെ സാക്ഷി, ആ യേശുവിന്റെ സാക്ഷി. ഉയർത്തെണീറ്റ് പോലും കള്ളം പറയുന്നു. യേശുവിന്റെ ശിഷ്യന്മാരായ ശീമോനും യോഹന്നാനും രാത്രിയുടെ മറവിൽ അവന്റെ ശരീരമെടുത്ത് ഒളിപ്പിച്ചു, എന്നിട്ട് ഉയർത്തെണീറ്റെന്ന്. പോകാൻ പറ. ഇവൻ ഇങ്ങനെ നമ്മെ കുറ്റപ്പെടുത്താൻ നമ്മൾ എന്താണ് ചെയ്തത്? ഗവർണർ പീലാത്തോസ് അല്ലേ അവനെ ക്രൂശിക്കാൻ വിധിച്ചത്? അതെ, ഗവർണർ പീലാത്തോസ് ഒരു തെറ്റും ചെയ്യാത്തവനെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മരണശിക്ഷ വിധിച്ചു. അറുക്കപ്പെടാൻ വിധിക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ അവൻ എല്ലാ കുറ്റങ്ങളും തന്റെ തോളിൽ വഹിച്ചു. ഈ പാപം നിങ്ങളും നിങ്ങളുടെ തലമുറയും ഏറ്റുവാങ്ങേണ്ടി വരും. നിന്റെ ഗുരുവായ യേശു പറഞ്ഞത് തന്നെയാണ് നീയും പറയുന്നത്. ഈ രാജ്യത്തിനും രാജാവിനുമെതിരായി തന്നെയാണ് നീയും പ്രവർത്തിക്കുന്നത്. ഇവനീ പറയുന്നതെല്ലാം നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഹേ, ഇപ്പോഴും മരിച്ച മനസാക്ഷിയുമായി ജീവിക്കുന്ന യഹൂദ പ്രമാണികളെ, കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങളിപ്പോഴും നന്മയെ വിട്ട് തിന്മയെ ആലിംഗനം ചെയ്യുന്നു, ദൈവത്തെ ഉപേക്ഷിച്ച് സാത്താനെ തിരയുന്നു. ഇനിയും ഇവനെ കേൾക്കേണ്ട കാര്യം നമുക്കില്ല. ഇവനെ പിടിച്ചുകെട്ടി സന്നിധി സംഘത്തിന്റെ മുമ്പിൽ ഹാജരാക്കാം. ആരെവിടെ? ഇവനെ പിടിച്ചുകെട്ടി സന്നിധി സംഘത്തിന്റെ മുമ്പിൽ ഹാജരാക്കൂ. സന്നിധി സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം സ്തെഫാനോസ് കുറ്റക്കാരനാണെന്ന് കണ്ട് അദ്ദേഹത്തെ തെരുവിൽ ജനങ്ങളാൽ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. സൈനാധിപനായ ദിമിത്രിയോസ്, പറയൂ,
ഒരുക്കങ്ങൾ എവിടെ വരെയായി? സന്നിധിൻ സംഘത്തിലെ സൈന്യാധിപ ശ്രേഷ്ഠനായ രൂപേൻ ഇന്ന് നടക്കാൻ പോകുന്ന സ്തെഫാനോസിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് പട്ടണത്തിൽ കലാപമുണ്ടാകാതിരിക്കാൻ എല്ലാ പ്രധാന സ്ഥലങ്ങളിലും പട്ടാളത്തെ വിന്യസിച്ചിട്ടുണ്ട്. നന്നായി. പക്ഷേ നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഒന്നാമത്, ഈ ക്രിസ്തു അനുയായികൾ പൊതുവെ ശാന്തശീലരാണ്. അതുകൊണ്ട് തന്നെ കലാപത്തിനുള്ള സാധ്യത തീരെയില്ല. എങ്കിലും കരുതിയിരിക്കണം. അതാ ശൗലെത്തിയല്ലോ. പ്രിയ സ്നേഹിതനായ രൂപേൻ, വന്ദനം. മഹാപണ്ഡിതനായ ശൗലേ, അങ്ങേക്ക് സ്വാഗതം. യഹൂദ ഗുരുക്കന്മാരിൽ പ്രധാനിയായ ഗമാലിയേലിന്റെ പ്രിയ ശിഷ്യനായ അങ്ങ് പറയൂ, സ്തേഫാനോസിന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിനോട് അങ്ങ് അനുകൂലമല്ലേ? താങ്കൾക്ക് ഇനിയും എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? മോശയുടെ ന്യായപ്രമാണത്തിനും യഹൂദ നിയമങ്ങൾക്കുമെതിരായി സംസാരിക്കുന്നവർ വധിക്കപ്പെടണം. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സംശയമുണ്ടായിട്ടല്ല ശൗൽ, നമ്മൾ രണ്ടുപേരും ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ച് ശിക്ഷിക്കുന്നവരിൽ പ്രമുഖരല്ലേ? പക്ഷേ ഈ ചെറുപ്പക്കാരൻ പയ്യൻ, അവനൊരു തീപ്പൊരിയാണ്. ഒരു തീപ്പൊരിയും ഇവിടെ കത്തുകയില്ല രൂപേൻ. അതിനല്ലേ നമ്മൾ ഇന്നത്തോടെ ഈ ക്രിസ്ത്യാനികളുടെ തിളപ്പ് അവസാനിപ്പിക്കും ഞാൻ. അത്ര തന്നെ. ശൗൽ, സമയമായി, നമുക്ക് പോകാം. സ്തേഫാനോസിനെ പട്ടണത്തിന് പുറത്തേക്ക് ഭടന്മാർ ഇപ്പോൾ കൊണ്ടുവരും. തിമിത്രിയോസ്, വരൂ, പോകാം. ഷൗൽ, ഇതാ കല്ല്, എറിഞ്ഞു കൊല്ലവനെ. ഓ, നിനക്ക് ഭയമാണല്ലേ? ഇതാ എന്റെ പുറംകുപ്പായം. നീ ഇത് പിടിക്ക്. ഹേ സ്തേഫാനോസ്, നിന്റെ തെറ്റ് നീ ഏറ്റുപറയുകയാണെങ്കിൽ ഇപ്പോഴും നിന്നെ എനിക്ക് രക്ഷിക്കാൻ കഴിയും. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏതൊരുവനെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളത്? ഹേ കൂട്ടരെ, ഇവൻ നമ്മുടെ പിതാക്കന്മാരെയും ആക്ഷേപിക്കുന്നു. പിന്നെ പരിശുദ്ധാത്മാവെന്നോ? അതാരാണ്? ഹേ ചെറുപ്പക്കാരാ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ പിതാവാം ദൈവത്തിന്റെ വലതുവശത്തായി എഴുന്നേറ്റ് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഇനി ഒരു നിമിഷം ശങ്കിക്കേണ്ട, കല്ലെറിഞ്ഞ് കൊല്ലു ഈ പാപിയെ. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ അങ്ങ് കൈക്കൊള്ളണമേ. അറിവില്ലാത്ത ഇവർ ചെയ്യുന്ന പാപം ഇവരുടെ മേൽ നിർത്തരുതേ. എന്റെ കർത്താവേ, എന്റെ യേശുവേ.
ശൗൽ, നിനക്കിതെന്തു പറ്റി? ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണ് നിന്റെ മുഖത്തൊരു ആശങ്ക? ഒന്നുമില്ല രൂപേൻ, ഞാൻ ഓർക്കുകയായിരുന്നു. സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് അയാളുടെ മുഖത്ത് വല്ലാത്തൊരു തേജസ്സായിരുന്നു. പിന്നെ തേജസ് ഞാൻ കണ്ടില്ലല്ലോ. അതെ, അവന് വട്ടളകിയതാ, അല്ലെങ്കിൽ വല്ലൊരു ചിരിക്കൂ. അത് മാത്രമല്ല രൂപേൻ, അവനെ കല്ലെറിഞ്ഞവരുടെ പാപം അവരുടെ മേൽ നിർത്തരുതേ എന്നും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മണ്ണാ കട്ട. എടാ ശൗലേ, അതൊക്കെ അവരുടെ ആളുകളെ ആകർഷിക്കാനുള്ള കാപട്യമല്ലേ? ശരിയായിരിക്കാം, പക്ഷേ ഇതുപോലെ തന്നെ ആ യേശു എന്ന് പറയുന്നവനും കുരിശിൽ കിടന്ന് പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്തരം കാപട്യങ്ങൾ കേട്ടല്ലേ യഹൂദന്മാരായ കുറെ പേർ അവന്റെ ശിഷ്യന്മാരായി കൂടെ കൂടിയത്. അതുകൊണ്ട് നമ്മുടെ പണി കൂടി. അധികാരികൾ നമ്മെ ഏൽപ്പിച്ച കടമ നാം പൂർത്തിയാക്കണം. ഇന്നു തന്നെ കുറെ ക്രിസ്ത്യാനികളെ പിടിച്ച് തടവിലിടണം. തീർച്ചയായും ഇന്ന് രാത്രി അതിനുവേണ്ട ഒരു പദ്ധതി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഭടന്മാർ തയ്യാറാണ്. നേരം സന്ധ്യ മയങ്ങിയിരിക്കുന്നു. നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം. ആ യേശുവിനെ ക്രൂശിൽ തറച്ചതോടെ നമുക്കുള്ള ഭീഷണികളെല്ലാം അവസാനിച്ചു എന്നാണ് കരുതിയത്. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരായ ശീമോനും യാക്കോബും യോഹന്നാനും ബർന്നബാസും ഒക്കെ നമ്മുടെ ആളുകളെ പറഞ്ഞു പറ്റിച്ച് ആ യേശുവിൻ്റെ കൂടെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മഹാപുരോഹിതനായ കയ്യാഫാസ്, താങ്കൾ പറഞ്ഞത് സത്യം തന്നെ. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുന്നിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മുടന്തനെ ഓർക്കുന്നുവോ? ഹാ, അതെ, ഞാൻ ഓർക്കുന്നു. അവിടെ എന്തോ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞു കേട്ടു. സംഭവം സത്യമാണ്. ശീമോൻ പത്രോസ് മുടന്തനായ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തി, അതും യേശുവിൻ്റെ നാമത്തിൽ. അവിടെ കൂടിയ ജനങ്ങൾ മുഴുവനും അത് കാണുകയും അവർ യേശുവിൻ്റെ അനുയായിയായി തീരുകയും ചെയ്തു. ഞാനും ശൗലും അത് കാണുകയും ചെയ്തു. മഹാപുരോഹിതനായിരുന്ന ഹന്നാസ് പിതാവേ, യേശുവിൻ്റെ മരണശേഷം ഗവർണർ പിലാത്തോസിന് നമ്മോട് വലിയ ദേഷ്യമായിരുന്നു. തക്കതായ കാരണമില്ലാതെ തന്നെ കുറെ ശമരിയക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ കാരണത്താൽ ചക്രവർത്തി തിരുമനസ് പിലാത്തോസിനെ റോമായിലേക്ക് തിരിച്ചു വിളിച്ചു. ഓ, അപ്പോൾ പീലാത്തോസിനെ സ്ഥലം മാറ്റിയല്ലേ? അതെ, ഇപ്പോൾ അയാളുടെ മേലാളായിരുന്ന സിറിയയിലെ റോമൻ ഗവർണർ വിറ്റേലിയസിനാണ് ചുമതല. നല്ലത്. ഒരു ശല്യം ഒഴിഞ്ഞു പോയല്ലോ. ഗവർണർ വിറ്റേലിയസ് നമ്മുടെ ആളാണ്. അയാളുടെ സ്നേഹിതനായ മാർസലസ് ആണ് നമ്മുടെ ഈ ദേശത്തിൻ്റെ ചുമതല. അയാൾ നമുക്കെല്ലാ സഹായവും ചെയ്തു തരും. ഞാൻ കണ്ടിരുന്നു. അത് നന്നായി. പിന്നെ മഹാപുരോഹിതനും പണ്ഡിത ശ്രേഷ്ഠനുമായിരുന്ന ഗമാലിയേലിൻ്റെ ശിഷ്യനായ ശൗൽ നമ്മെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അയാളും പടയാളികളും ദമോസ്കോസിൽ പോകുന്നതിന് അധികാരപത്രം നൽകണമെന്ന് പറഞ്ഞ് ഒരപേക്ഷ വച്ചിരിക്കുന്നു. പ്രഭു, ശൗൽ, രൂപേൻ എന്നീ സന്നിധി സംഘാംഗങ്ങൾ അങ്ങേ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. അവരോട് വരാൻ പറയൂ. ഉത്തരവ്. അപേക്ഷ ഞാൻ കണ്ടിരുന്നു. ഗവർണർ മാർസലസ് അധികാരപത്രവും ഒപ്പിട്ട് കഴിഞ്ഞു. നല്ലത്. ഈ ക്രിസ്ത്യാനികളുടെ വളർച്ച നമുക്ക് തടഞ്ഞേ പറ്റൂ. ശൗലും രൂപേനും അതിന് പറ്റിയവരാണ്. അവർക്കാവശ്യമുള്ള പടയാളികളെയും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഇന്ന് തന്നെ അവരെ യാത്രയാക്കൂ. മഹാപുരോഹിതരെ,
വന്ദനം. കയ്യാഫാസ് തിരുമേനി, അങ്ങയുടെ ആജ്ഞ ലഭിച്ചാൽ ഞങ്ങൾ ഇന്ന് തന്നെ ദമസ്കോസിലേക്ക് പുറപ്പെടാൻ തയ്യാറാണ്. അല്ല, സൈന്യാധിപനായ ദിമിത്രിയോസും കൂടെയുണ്ടല്ലോ. ഓ തിരുമേനി, ഇവർ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് സഹായത്തിനായി കുറച്ച് പടയാളികളെ കൂടി നൽകണം. തീർച്ചയായും രൂപൻ. ദിമിത്രിയോസ്, ഇവർക്ക് ആവശ്യമുള്ള പടയാളികളെ ഇവരുടെ കൂടെ അയക്കൂ. ഉത്തരവ് പോലെ. ശൗൽ, ഇതാ ക്രിസ്ത്യാനികളെ പിടിച്ചു കിട്ടി തുറങ്കിൽ അടയ്ക്കാനുള്ള അധികാരപത്രം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നാം യാത്രാമംഗളങ്ങൾ നേരുന്നു. ആ ക്രിസ്ത്യാനികളെ പിടിക്കാനും ശിക്ഷിക്കാനും നിങ്ങൾക്ക് അധികാരമുണ്ട്. ഗവർണർ മാർസെല്ലസ് നമുക്കത്രയും വേണ്ടപ്പെട്ടയാളാണ്. അതുകൊണ്ട് ദമസ്കോസിൽ നിന്നും ശുഭവാർത്തയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കും. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു? നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്നവനായ യേശുവാണ് ഞാൻ. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ എവിടെയാണ്? ശൗലേ, നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോകുക. അവിടെ വെച്ച് നീ ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ നിന്നോട് പറയും. അയ്യോ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അയ്യോ. ഷൗൽ, ഷൗൽ, നിനക്കിത് എന്തു പറ്റി? എന്താണൊരു വലിയ ശബ്ദം കേട്ടത്? ആരാ നിന്നെ ആക്രമിച്ചത്? രൂപേൻ, രൂപേൻ, ആരും ആക്രമിച്ചതല്ല. വലിയൊരു പ്രകാശം എന്റെ മേൽ വീണു. ഞാൻ തെറിച്ച് താഴെ വീണു. ആ പ്രകാശത്തിൽ യേശു എന്നോട് സംസാരിച്ചു. ആര്? യേശുവോ? നീ സ്വപ്നം കണ്ടതായിരിക്കും. അല്ല, ഒരിക്കലുമല്ല. അയ്യോ അയ്യോ രൂപേൻ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ അന്ധനായിരിക്കുന്നു. എന്റെ കണ്ണ്. എനിക്കെന്തു പറ്റി രൂപേൻ? എനിക്കെന്തു പറ്റി? നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. കുറച്ചു നേരം ആ മരത്തണൽ വിശ്രമിക്കൂ. ഞങ്ങൾ ദമസ്കോസ് പട്ടണത്തിൽ പോയിട്ട് വരാം. നീ ഇവിടെ തന്നെ വിശ്രമിക്കൂ. ശരി. അനന്യാസ്, എൻ്റെ കർത്താവേ, അടിയനിതാ. നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന ഒരുവനെ ചെന്ന് കാണുക. കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് ഏറെ ദ്രോഹം ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കേൾക്കുന്നു. അത് ഞാൻ അറിയുന്നു അനന്യാസ്. ഈ ദമസ്കോസിലും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കാനുള്ള അധികാരപത്രം മഹാപുരോഹിതരിൽ നിന്നും അയാൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നു. അനന്യാസ്, നീ പോകുക. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുന്നിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. സ്തേഫാനോസിനെയും മറ്റുള്ളവരെയും കൊല്ലാൻ വരെ മടിക്കാത്ത അവനെ പോലെയുള്ളവരെ നാം എന്തിന്
അനന്യാസ്, എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നുവെന്ന് ഞാൻ അവനെ കാണിക്കും. അതുകൊണ്ട് യൂദായുടെ ഭവനത്തിലേക്ക് പോവുക. ശരി കർത്താവേ, അങ്ങയുടെ ഇഷ്ടം പോലെയാകട്ടെ. ആരാണാവോ? വല്ല പട്ടാളക്കാരോ മറ്റോ ആയിരിക്കുമോ? ആരാ? യൂദാ, വാതിൽ തുറക്കൂ. പ്രിയപ്പെട്ടവനായ യൂദാ, അത് അനന്യാസ് ആയിരിക്കും. കർത്താവ് ദർശനത്തിൽ എന്നോട് പറഞ്ഞിരുന്നു, 3 ദിവസം കഴിഞ്ഞ് അനന്യാസ് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന്. വേഗം വാതിൽ തുറക്കൂ യൂദാ. യൂദാ, ഞാൻ പുരോഹിതനായ അനന്യാസാണ്. അനന്യാസ്, വന്ദനം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വന്ദനം പ്രിയപ്പെട്ട ശൗൽ. വന്ദനം അനന്യാസ്. ഞാൻ കഴിഞ്ഞ 3 ദിവസമായി അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങ് ആദ്യമായല്ലേ ഇയാളെ കാണുന്നത്? പിന്നെ പേരെങ്ങനെ അറിഞ്ഞു? ശൗലിനെ സന്ദർശിച്ച കർത്താവായ യേശു എന്നോട് പറഞ്ഞു. ഓ എൻ്റെ കർത്താവേ, അങ്ങേക്ക് സ്തുതി. സഹോദരനായ ശൗലേ, വഴിയിൽ നിനക്ക് പ്രത്യക്ഷപ്പെട്ടവനായ കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഓ യേശുവേ, യേശുവേ നന്ദി. എനിക്ക് കാണാം, എനിക്ക് നിങ്ങളെയൊക്കെ കാണാം. എൻ്റെ കണ്ണിൽ നിന്ന് എന്തോ താഴെ വീഴുന്നു. എനിക്ക് കാഴ്ച കിട്ടിയിരിക്കുന്നു. യേശുവേ, യേശുവേ നിനക്ക് നന്ദി. യേശുവേ നന്ദി. യൂദാ, അല്പം വെള്ളം കൊണ്ടുവരൂ. ശൗലേ, നീ മുട്ടുകുത്തി നിൽക്കൂ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം നീ സ്നാനമേൽക്കാം. എന്റെ കർത്താവേ നന്ദി. എന്റെ കർത്താവേ നിനക്ക് സ്തുതി. തിരുവെഴുത്തുകൾ നിവർത്തിയാകുവാൻ വന്ന എന്റെ യേശുവിനെ, ദൈവപുത്രനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. കർത്താവേ, ഇനിയുള്ള എന്റെ ജീവിതം അങ്ങയുടെ സാക്ഷിയാകാൻ മാത്രമായിരിക്കും. ദമസ്കോസിൽ വെച്ച് അനന്യാസിൽ നിന്നും യേശുക്രിസ്തുവിന്റെ സുവിശേഷം മുഴുവൻ മനസ്സിലാക്കിയ ശൗൽ സ്നാനമേറ്റ് ക്രിസ്തു ശിഷ്യനായി തീർന്നു. സുഹൃത്തായ രൂബേൻ പടയാളികളോടൊപ്പം യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ശൗൽ തന്റെ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ധ്യാനത്തിനും ഉപവാസത്തിനുമായി അറേബ്യയിലേക്ക് പോയി. ടൈഗ്രീസ് നദിയുടെ സമീപമുള്ള മലനിരകളിലെ ഗുഹകളിൽ അദ്ദേഹം ധ്യാനവും ഉപവാസവും നടത്തിയതായി ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഏകദേശം 1 വർഷം നീണ്ട ഉപവാസത്തിനും ധ്യാനത്തിനും ഒടുവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ ശൗൽ വീണ്ടും ദമസ്കോസിൽ തിരിച്ചെത്തി അവിടെ യഹൂദ ദേവാലയങ്ങളിൽ ക്രിസ്തുവിന്റെ സുവിശേഷവും തൻ്റെ ജീവിത അനുഭവങ്ങളും പ്രസംഗിക്കുവാൻ തുടങ്ങി. ഇത് കേട്ട യഹൂദന്മാർ പലരും ക്രിസ്ത്യാനികളായി മാറി. ഇത് മനസ്സിലാക്കിയ യഹൂദ പ്രമാണിമാർ നഗരാധിപന്റെ ഒത്താശയോടെ അദ്ദേഹത്തെ കൊല്ലുവാൻ ആലോചിച്ചു. നഗരം മുഴുവൻ കാവലേർപ്പെടുത്തി. രാത്രിയിൽ ക്രിസ്ത്യാനികളായ ശിഷ്യന്മാർ അദ്ദേഹത്തെ ഒരു കൊട്ടയിലാക്കി നഗരത്തിന് പുറത്തെത്തിച്ചു. അങ്ങനെ രക്ഷപ്പെട്ട ശൗൽ യാത്ര ചെയ്ത് വീണ്ടും യെരൂശലേമിൽ തിരിച്ചെത്തി. ശൗലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം കർത്തൃശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മറ്റ് ശിഷ്യന്മാരെയും കാണണമെന്നതായിരുന്നു. അതിനായി അദ്ദേഹം കുപ്രോസ് ദ്വീപുകാരനായ ജോസഫ് ബർണബാസ് എന്ന് വിളിക്കുന്ന ക്രിസ്തു ശിഷ്യന്റെ അടുത്തെത്തി. ബർണബാസ് പത്രോസ് ലീഹയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളവനായിരുന്നു. അവർ ഉറ്റ സ്നേഹിതരുമായിരുന്നു. ദമസ്കോസിൽ വെച്ച് ശൗലിനുണ്ടായ മാനസാന്തരവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും അവിടെയുള്ള മറ്റ് ശിഷ്യരിൽ നിന്നും അദ്ദേഹം അറിഞ്ഞിരുന്നു. ശൗലിന്റെ ആഗ്രഹമറിഞ്ഞ ജോസഫ് ബർണബാസ് അദ്ദേഹത്തെ സഹായിക്കാമെന്നേറ്റു.
പ്രിയ സഹോദരൻ ബർണബാസ്. ആ ശൗൽ, താങ്കൾ ഇവിടെ? സഹോദര, എനിക്ക് അപ്പോസ്തലന്മാരെ കാണണം. പത്രോസിനോട് സംസാരിക്കണം. സഹോദര ശൗൽ, ഞാൻ എല്ലാം അറിഞ്ഞു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പുറപ്പെട്ട താങ്കൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതും അനന്യാസ് സ്നാനപ്പെടുത്തിയതും എല്ലാം അനന്യാസ് എന്നോട് പറഞ്ഞു. തീർച്ചയായും ബർണബാസ്, ഞാൻ പഴയ സൗലല്ല. ഞാൻ താങ്കളെപ്പോലെ തന്നെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞു. താങ്കൾ ഇവിടെ നിൽക്കൂ. ഞാൻ പത്രോസിനെയും യാക്കോബിനെയും കണ്ട് കാര്യങ്ങൾ സംസാരിക്കട്ടെ. ബർണബാസ്. ആ പത്രോസ്, ഇത് തർസോസുകാരനായ ശൗൽ. ബർണബാസ്, എന്തിന് ഇയാൾ ഇവിടെ കൊണ്ടുവന്നു? നമ്മുടെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂട്ടുന്നവനാണ് ഇയാൾ. അതെ, അതന്ന് ഞാൻ ധാരാളം ക്രിസ്തുവിശ്വാസികളെ പിടിച്ചുകെട്ടി തടവിലാക്കിയിട്ടുണ്ട്. ഞാൻ പ്രധാന പുരോഹിതനിൽ നിന്ന് അധികാരപത്രം വാങ്ങി ദമസ്കോസിലേക്ക് പോയതും അതിനുവേണ്ടി തന്നെയാണ്. എന്നാൽ ദമസ്കോസിൽ വെച്ച് യേശു എന്നെ വീഴ്ത്തി. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് എന്ന് എന്നോട് പറഞ്ഞു. സത്യമായും ഞാൻ യേശുവിനോട് സംസാരിച്ചു. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ? ബർണബാസ്, ഇയാൾ നമ്മെ തടവിലാക്കാൻ അഭിനയിക്കുന്നതാണെങ്കിലോ? യാക്കോബ്, അല്ല, തീർച്ചയായും അല്ല. ദമസ്കോസിലെ പള്ളികളിൽ ഇദ്ദേഹം യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? പ്രിയപ്പെട്ട പത്രോസ്, യേശു എന്നെ പിടിച്ചു. 3 ദിവസം ഞാൻ അന്ധനായിരുന്നു. അനന്യാസ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയത്. പത്രോസ്, യേശു എൻ്റെയും രക്ഷകനാണ്. എൻ്റെ മക്കളെ, ഇയാൾ പറയുന്നത് മുഴുവൻ സത്യമാണ്. കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് ദർശനം നൽകി. എന്താണെന്നോ, തർസോസുകാരനായ ശൗലിനെ ഈ സഭയെ പണിയുവാൻ ഒരു പാത്രമാക്കി എടുത്തിരിക്കുന്നുവെന്ന്. സഹോദരൻ പത്രോസ് പറഞ്ഞതുപോലെ ഇത് നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടമല്ലേ? അതിനെ എതിർക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? എങ്കിലും പത്രോസ്, മറ്റുള്ളവരോട്... യാക്കോബേ, യോഹന്നാനെ, നിങ്ങൾ അവിശ്വസിക്കേണ്ട. നമ്മുടെ കർത്താവിന് ഈ മനുഷ്യനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നന്മയ്ക്കായുള്ള പദ്ധതിയാണ്. ഈ സഭയുടെ പാറയായ പത്രോസ്, നിങ്ങൾ എന്നെ അനുവദിക്കണം. രക്ഷകനായ യേശുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുവാൻ അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും. തർസോസിലെ ശൗൽ എന്ന പൗലോസ്, ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നു. നിനക്ക് സത്യസുവിശേഷം പ്രസംഗിക്കുവാൻ അനുവാദം തരുന്നു. നിന്നിൽ കളവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കട്ടെ. ദൈവപുത്രനായ യേശു കുരിശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിയിരിക്കുന്നു. യേശു 2ാമത് വരും. അവന്റെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടും. അതാണ് നീ പറയേണ്ടത്. സുവിശേഷമതാകാൻ, തിരുവചനമതേകാൻ, ക്രിസ്തുവിനായി ഉയരേകിയവൻ, സഹനത്തിൽ കൃപ തേടി സഹചർക്ക് തണലേകി പ്രേക്ഷിതനായി പൗലോസ്ലീഹാ. യാക്കോബേ, യോഹന്നാനെ, ഇനി ഞാൻ ശൗലിനെ കൊണ്ടുപോകുന്നത് സിനഗോഗിലേക്കാണ്. തുടർന്ന് തെരുവിൽ ജനങ്ങളുടെ അടുക്കിലേക്ക്. അവിടെ അവൻ യേശുവിന്റെ വചനം സംസാരിക്കും. നിങ്ങൾ വന്ന് കാണൂ. തീർന്ന സ്നേഹം പ്രേക്ഷിത വഴി ധീരനായി സ്നേഹാഗ്നിയായി പോയി സ്നേഹാ. വെടിയും വരെ നാഥനായി ജീവിക്കാൻ കടലും കരയും താണ്ടിടുന്നേ. മനസ്സിൽ നിറയും സ്നേഹത്തിൻ ദീപവുമായി പോകാം, പൊരുതാം നാഥനു വേണ്ടി.
പത്രോസ്, തർസോസുകാരനായ ശൗലിനെ കുറിച്ച് എൻ്റെ ധാരണ തെറ്റായിരുന്നു. യാക്കോബേ, നമ്മുടെ ഗുരു ശൗലിനെ പിടികൂടുകയായിരുന്നു. അയാൾ എത്ര തീക്ഷ്ണതയോടെയാണ് വചനം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണി കേട്ടിരിക്കാൻ തന്നെ എന്തു രസമാണ്. അയാളുടെ പാണ്ഡിത്യവും അറിവും ഇനി നമ്മുടെ കർത്താവിനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ധൈര്യം സമ്മതിക്കാതെ വയ്യ. പത്രോസ്, ശൗലിന്റെ പഴയ കൂട്ടുകാരനായ രൂബേനും പടയാളികളും ശൗലിനെ പിടികൂടുവാൻ ഈ യെരൂശലേമിൽ ആകെ തിരയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശൗൽ എത്രയും വേഗം ഇവിടെ നിന്നും പോകണം. സ്വന്തം നാടായ തർസോസിലേക്ക് പോയിക്കോളൂ. അവിടെയുള്ള ജനങ്ങളോട് നമ്മുടെ ഗുരുവിന്റെ സുവിശേഷം അറിയിക്കൂ. അവിടെ കൂടുതലും വിജാതീയരാണ് പത്രോസ്. നമ്മുടെ ആളുകൾ വളരെ കുറവും. എന്തൊക്കെയായാലും നീ ഉടൻ യെരൂശലേം വിട്ടു പോവുക. ഒട്ടും താമസിക്കരുത്. വിദൂരസ്ഥരായ വിജാതീയരുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. നിനക്കവിടെ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുവാനുണ്ട്. കഴിഞ്ഞ രാത്രി ദർശനത്തിൽ കർത്താവ് എന്നോട് എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്ന് അറിയിച്ചു. താങ്കളും അത് തന്നെയാണല്ലോ പറയുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ബർണബാസ്, അന്ത്യോക്യായിൽ വലിയൊരു ജനത കർത്താവിന്റെ വചനത്തിനായി കാത്തിരിക്കുന്നു. നിങ്ങൾ അന്ത്യോക്യായിലേക്ക് പോകൂ. കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. അങ്ങനെ തന്നെ ആകട്ടെ. കർത്താവായ യേശു ഞങ്ങളോട് കൂടിയിരുന്ന് നേരായ വഴിയിൽ നയിക്കട്ടെ. ശൗൽ, നമുക്ക് അന്ത്യോക്യയിൽ വെച്ച് വീണ്ടും കാണാം. അങ്ങനെ ആകട്ടെ. പത്രോസിന്റെ നിർദ്ദേശപ്രകാരം ശൗൽ തർസോസിലും ബർണബാസ് അന്ത്യോക്യായിലും യേശുവിൻ്റെ തിരുവചനം സംസാരിച്ചു. തർസോസിൽ ശൗലിൻ്റെ ബന്ധുക്കളടക്കം അനേകം യഹൂദന്മാരും നിരവധി വിജാതീയരും ക്രിസ്ത്യാനികളായി. ബർണബാസ് അന്ത്യോക്യായിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ശൗലിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. പത്രോസിൻ്റെ അനുവാദപ്രകാരം ബർണബാസ് തർസോസിലെത്തി. ശൗലിനെയും കൂട്ടി അന്ത്യോക്യായിലെത്തി. ഇരുവരുടെയും പ്രവർത്തന ഫലമായി അന്ത്യോക്യായിൽ ധാരാളം ക്രിസ്തീയ കൂട്ടായ്മകളുണ്ടായി. അങ്ങനെ ആദ്യമായിട്ട് അന്ത്യോക്യായിൽ വെച്ച് ശിഷ്യന്മാർക്കും വിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അതിനു മുമ്പ് ക്രിസ്തുവിശ്വാസികളെ യഹൂദന്മാർ നസ്രാണികൾ എന്നാണ് വിളിച്ചിരുന്നത്. തുടർന്ന് ബർണബാസും ശൗലും മർക്കോസ് എന്ന് വിളിക്കുന്ന യോഹന്നാനും അന്ത്യോക്യായിൽ നിന്ന് സെലൂഷ്യയിലേക്കും തുടർന്ന് ബർണബാസിൻ്റെ നാടായ കുപ്രോസ് ദ്വീപിലേക്കും കപ്പൽ കയറി. സിറിയയുടെ തീരത്ത് നിന്ന് അധികം ദൂരത്തല്ലാതെ സ്ഥിതി ചെയ്യുന്ന മനോഹര ദ്വീപായ കുപ്രോസിൽ ധാരാളം യഹൂദന്മാരും അവരുടെ പള്ളികളും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അതുവരെ ബർണബാസിൻ്റെ അനുയായിയായി പ്രവർത്തിച്ചിരുന്ന ശൗൽ കർത്തൃഹിതപ്രകാരം നേതൃസ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടു. അങ്ങനെ ശൗൽ എന്ന പേര് മാറി പൗലോസ് എന്നാവുകയും ചെയ്തു. തർസോസുകാരനായ പൗലോസ്. സഹോദരന്മാരെ, ഇതാണ് റോമയുടെ തലസ്ഥാനമായ പാഫോസ്. പാഫോസ് മനോഹരമായ തുറമുഖ നഗരം അല്ലേ? നമുക്കിവിടെ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. തീർച്ചയായും പ്രതീക്ഷിക്കാം. താങ്കൾ കുപ്രോസുകാരൻ ബർണബാസ് അല്ലേ? അതെ. താങ്കൾ യെരുശലേമിലെ മഹാപണ്ഡിതനായ ഗമാലിയേലിന്റെ ശിഷ്യൻ ശൗൽ? അതെ. താങ്കൾ ആരാണ്? ഞങ്ങളെങ്ങനെ അറിയും? നിങ്ങൾ കുപ്രോസിൽ എത്തിയപ്പോൾ തന്നെ അറിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഞങ്ങളെ തിരയുന്നത്? അല്ലയോ ബർണബാസ്, റോമൻ ഗവർണറായ സെർഗിയസ് പൗലോസ് താങ്കളെയും കൂടെയുള്ളവരെയും അദ്ദേഹത്തിന്റെ അരമനയിലേക്ക് ക്ഷണിക്കുന്നു. അരമനയിലേക്കോ? അതെന്തിനാണ്? നിങ്ങളുമായി സംസാരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. തീർച്ചയായും. പണ്ഡിതനും പൗരസ്ത്യ ശാസ്ത്രങ്ങളിലും
ആധ്യാത്മിക വിദ്യയിലും പ്രാവീണ്യമുള്ള ഗവർണർ സെർഗിയോസ് പൗലോസിനെ കാണുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പ്രിയ സഹോദര ശൗൽ, നിങ്ങൾക്ക് സംവദിക്കാൻ പറ്റിയ ഒരാളായിരിക്കും ഗവർണർ സെർഗിയോസ് പൗലോസ്. നമുക്ക് നോക്കാം. റോമൻ ഗവർണർ സെർഗിയോസ് പൗലോസ് എഴുന്നള്ളുന്നു. റോമ ഗവൺമെന്റിന്റെ ബഹുമാനാദരങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനായ എലീമസ് ബറിയേശു, താങ്കൾക്ക് സംവദിക്കാൻ ഞാൻ 3 ബഹുമാന്യ വ്യക്തികളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഓഹോ, അതാരാണ് ആ ബഹുമാന്യ വ്യക്തികൾ? ജോസഫ് ബർണബാസ്, തർസോസുകാരൻ ശൗൽ, മർക്കോസ് യോഹന്നാൻ. ക്രൂശിൽ തറച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റി സംസാരിക്കുന്നവർ, വലിയ പണ്ഡിതർ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ. അങ്ങനെയെങ്കിൽ സംവദിക്കാൻ പറ്റിയ ആളുകൾ തന്നെ. ഞാൻ പോയി ഔദ്യോഗിക വേഷം അണിഞ്ഞു വരാം. നമുക്ക് അതിഥികളുള്ളതല്ലേ. അങ്ങ് പോയി വരൂ. ലിയോണിനോട് വരാൻ പറയൂ. സ്നേഹിത ലിയോൺ, താങ്കൾ അറിഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഗവർണർ ബർണബാസിനെയും ശൗലിനെയും അരമനയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഈ വരുന്നവർ നിസാരക്കാരല്ല. യെരുശലേമിൽ നിന്ന് യേശു ശിഷ്യന്മാരായ പത്രോസും യാക്കോബും അയച്ചിട്ടുള്ളവരാ. ഇവരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർ ചെല്ലുന്നിടത്തെല്ലാം ഇവിടെ അനുയായികൾ വർദ്ധിക്കുന്നുണ്ട്. ഇവർ യേശുവിന്റെ നാമത്തിലാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രവാചകനായ എലിമസ്. അവരുടെ നേതാവ് പത്രോസ് യെരുശലേമിൽ മുടന്തന് സൗഖ്യം കൊടുത്തു. യോപ്പയിൽ തബീത എന്ന മരിച്ച സ്ത്രീയെ ഉയർപ്പിച്ചു. ഇതെല്ലാം യേശുവിന്റെ നാമത്തിലാണ്. നമ്മുടെ ഗവർണർ സെർഗിയോസ് പൗലോസ് അവരുടെ ഉപദേശത്തിൽ വിശ്വസിച്ച് ക്രിസ്തുമതത്തിൽ ചേർന്നാൽ നമ്മുടെ കാര്യം അപകടത്തിലാകും. അതുകൊണ്ട് നമുക്ക് അവരെ എതിർത്തേ പറ്റൂ. അങ്ങ് ധൈര്യമായിരിക്കൂ, സംസാരിച്ചു തുടങ്ങട്ടെ. നമുക്ക് അവരുടെ ഓരോ വാദങ്ങളും അപ്പോൾ തന്നെ കണ്ടിക്കണം. റോമൻ ഗവർണർ സെർഗിയോസ് പൗലോസ് എഴുന്നള്ളുന്നു. ഇതാ ഗവർണർ വരുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുന്നില്ല. എലീമസ് ബറിയേശു, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചക, ഇതാ അവരിങ്ങെത്തി. നമുക്ക് അവരെ സ്വീകരിക്കാം. പ്രഭു, ബർണബാസും കൂട്ടരും അങ്ങയെ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. സ്വാഗതം പ്രിയ ബർണബാസ്. ശൗൽ, ഞാൻ നിങ്ങളെക്കുറിച്ച് വളരെയേറെ കേട്ടിരിക്കുന്നു. വളരെ നന്ദി ഗവർണർ സെർഗിയോസ് പൗലോസ്. അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞങ്ങൾ അങ്ങയുടെ അധീനതയിലുള്ള പാഫോസിലെ യഹൂദ ദേവാലയങ്ങളിലും പട്ടണങ്ങളിലും കർത്താവായ യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വന്നവരാണ്. പ്രിയരെ, ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാർക്ക് പലതവണ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ കുറിച്ചുള്ള പുതിയ പഠിപ്പിക്കൽ എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. ഗവർണർ സെർഗിയോസ്, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഞാൻ ദമസ്കോസിൽ വെച്ച് യേശുവിനാൽ പിടിക്കപ്പെട്ടു. അദ്ദേഹം എന്നോട് സംസാരിച്ചു. പീഡകനായി പോയ ഞാൻ പിന്നീട് രക്ഷകന്റെ സഹകാരിയായി മാറി. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ആ കർത്താവിന് വേണ്ടിയാണ്. ശുദ്ധ അസംബന്ധം. നിങ്ങൾ യേശുവിനോട് സംസാരിച്ചെന്നോ? അല്ലയോ ഗവർണർ, ഈ യേശു ചെയ്ത അത്ഭുതങ്ങൾ എല്ലാം പിശാചിന്റെ ശക്തിയാൽ ചെയ്തതാണ്. അവന്റെ ശിഷ്യന്മാർ ശുദ്ധ നുണ പറഞ്ഞ് നടക്കുന്നതാണ്. ഹേ എലീമസ്, കുരിശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ കൂടെ വസിച്ചവരാണ് ഞങ്ങൾ. അവരുടെ സാക്ഷികളാണ് ഞങ്ങൾ. യേശു ശിഷ്യരായ പത്രോസും യാക്കോബും യോഹന്നാനും കൂടി അടക്കം ചെയ്തിരുന്ന ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് 3-ാം നാൾ ഉയർത്തു എന്ന് പറഞ്ഞു പരത്തിയതല്ലേ?
യേശു ഉയർത്തെഴുന്നേറ്റ് പോലും. ഛേ! അല്ലയോ എലീമസ്, ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അഭിഷിക്തന്മാരെ പറ്റി പറയുന്നത് തന്നെ പാപമാണ്. ഗവർണർ, ഇവരുടെ ഈ പഠിപ്പിക്കലുകൾ അങ്ങ് വിശ്വസിക്കരുത്. ഇതെല്ലാം ഇവരുടെ കള്ളത്തരങ്ങളാണ്. ഹേ, നിർത്തൂ എലീമസ്. ഞാൻ തർസോസുകാരൻ പൗലോസ്. ഹേ, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കുക. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും. അയ്യോ, എന്റെ കണ്ണ്, എന്റെ കണ്ണ്, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എവിടെയും ഇരുട്ട് മാത്രം. ലിയോൺ, എന്നെ സഹായിക്കൂ. ലിയോൺ, എന്നെ സഹായിക്കൂ. ലിയോൺ. പൗലോസ്, ബർണബാസ്, ക്ഷമിക്കൂ. ഞാൻ പൂർണ്ണമായും യേശുവിൽ വിശ്വസിക്കുന്നു. മാത്രമല്ല, എന്റെ അധീനതയിലുള്ള ഈ പാഫോസിൽ എവിടെയും നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ ഞാൻ അനുമതിയും തരുന്നു. നന്ദി, നന്ദി ഗവർണർ സെർഗ്യോസ് പൗലോസ്. അങ്ങയ്ക്ക് ഭാവുകങ്ങൾ നേരുന്നു. കർത്താവ് അങ്ങയോട് കൂടെ ഇരിക്കട്ടെ. പാഫോസിൽ വെച്ച് ബർണബാസിന്റെ സുവിശേഷ സംഘത്തിലെ ഒരംഗം മാത്രമായിരുന്ന ശൗൽ ഈ സംഭവത്തോടെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേർ പൗലോസ് എന്നായി മാറി. അവിടെ നിന്ന് അവർ ഏഷ്യ മൈനറിന്റെ തെക്കേ തീരത്തുള്ള തുറമുഖ നഗരമായ പെർഗയിലെത്തി. അവിടുത്തെ ജനങ്ങൾ അത്യുഷ്ണം കാരണം താറസ് പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് മാറിയിരുന്നു. ഇന്നത്തെ തുർക്കിയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിരകൾ ടോറോസ് ഡെഗ്ലാരി എന്ന പേരിൽ അറിയപ്പെടുന്നു. കാടും മലകളും നിറഞ്ഞതും തസ്കരന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും വിഹാര കേന്ദ്രവുമായ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാണെന്ന കാരണത്താൽ മാർക്കോസ് അവിടെ വെച്ച് പിരിഞ്ഞു തിരികെ യെരൂശലേമിലേക്ക് പോയി. എന്നാൽ പരിശുദ്ധാത്മ പ്രേരണയാൽ പൗലോസും ബർണബാസും നിരവധി സഹനങ്ങൾ സഹിച്ച് പിസിദ്ധ്യയിലെ അന്ത്യോക്യയിലെത്തി. അവിടെയുണ്ടായിരുന്ന യഹൂദന്മാരുടെ എതിർപ്പ് കാരണം 4 ദിവസം കാൽനടയായി നടന്ന് ഇക്കോന്യയിലെത്തി. അവിടെ നിന്നും 20 മൈൽ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ലുസ്ത്രയിലെത്തി. അങ്ങനെ ബർണബാസും വിശുദ്ധ പൗലോസും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നാടായ ലുസ്ത്രയിൽ അതുകൊണ്ട് പ്രിയരെ, ക്രിസ്തു നമ്മുടെ പാപത്തെ പ്രതി ക്രൂശിൽ മരിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ വീണ്ടും വരും, നമ്മെ തന്റെ രാജ്യത്തിൽ ചേർക്കുവാനായിട്ട്. ലുസ്ത്രയിലെ നമ്മുടെ മക്കളെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കൂ. അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കും. മകനെ, നിനക്കെന്തു പറ്റി? ഗുരു, അവന് നടക്കാൻ കഴിയില്ല. അവന്റെ കാലുകൾക്ക് ശക്തിയില്ല. അവൻ എഴുന്നേൽക്കുന്നത് ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടേയില്ല. അവൻ ജന്മന മുടന്തനാണ് ഗുരു. മകനെ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക. ഞാൻ എഴുന്നേറ്റു. ഓ, എന്റെ കാലുകൾ, എനിക്ക് നടക്കാം, എനിക്ക് നടക്കാൻ പറ്റും. നോക്കൂ, ഞാൻ എഴുന്നേറ്റു. എന്റെ കാലുകൾ, എനിക്ക് നടക്കാം, എനിക്ക് നടക്കാൻ പറ്റും. നന്ദി ഗുരുവേ, നന്ദി. അങ്ങ് ആരാണ്? നോക്കൂ കൂട്ടരെ, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു. ഇത് ഉറപ്പായി നാം ആരാധിക്കുന്ന സിയൂസ് ദേവനാണ്. അതെ അതെ, ഇദ്ദേഹം നാം ആരാധിക്കുന്ന ഹെർമീസ് ദേവനാണ്. ബർണബാസ്, ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കൂട്ടരെ, ഇന്ന് നമ്മുടെ മഹാദിവസമാണ്. പെട്ടെന്ന് നമ്മുടെ പൂജാരികളെ വിളിക്കൂ.
ഘടിപ്പിച്ച കാളകളെയും പൂമാലകളും കൊണ്ടുവരും. നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ ഈ ദേവന്മാർക്കായി നമുക്ക് കാളകളെ ബലിയർപ്പിക്കും. പൗലോസ്, നോക്കൂ, പൂജാരിയും തടിപ്പിച്ച കാളകളും ഒക്കെ വരുന്നുണ്ട്. ഇവർ നമ്മെ ദേവന്മാരായി തിരിച്ചിരിക്കുന്നു. ഇവിടെ നമുക്കായി പൂജ നടത്തും. ശോ, എന്റെ ദൈവമേ! ഹേ പുരുഷാരമേ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ വെറും സാധാരണ മനുഷ്യരാണ്. ഞങ്ങളുടെ ഗുരുവും കർത്താവുമായ യേശുവിന്റെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത്. എന്റെ മക്കളെ, ഞങ്ങൾ ദേവന്മാരല്ല, നിങ്ങളെപ്പോലെ വെറും പച്ച മനുഷ്യരാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഇനിയെങ്കിലും പാപം ചെയ്യാതിരിക്കൂ. നിങ്ങളുടെ രക്ഷിതാവായ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കൂ. കൂട്ടരെ, ഇവർ കള്ളപ്രവാചകന്മാരാണ്. ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. പൗലോസ്, ഇവർ അന്തോക്കിയയിലും ഇക്കോനിയയിലും വെച്ച് നമ്മെ ഉപദ്രവിച്ച അതേ യഹൂദന്മാർ തന്നെ. ഇവർ നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരാണ്. ഹേ എന്റെ സഹോദരന്മാരെ, ക്രിസ്തു ശിഷ്യരായി ഇവരെ സംരക്ഷിക്കുവിൻ. അവരെ ഉടൻ ഇവിടെ നിന്നും കൊണ്ടുപോകൂ, അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാർ അവരെ കല്ലെറിഞ്ഞു കൊല്ലും. പൗലോസിനെയും ബർന്നബാസിനെയും നമ്മുടെ യൂണിവേഴ്സിറ്റി ഭവനത്തിലേക്ക് കൊണ്ടുപോകൂ. അവിടെ ഇവർ സുരക്ഷിതരായിരിക്കും. യൂനീസ്, യൂനീസ്, വാതിൽ തുറക്കൂ, പെട്ടെന്ന് വാതിൽ തുറക്കൂ. ഇത് ഞാനാണ്, സെബാൻ. എന്താണ് സെബാൻ? ഇവരൊക്കെ ആരാണ്? അയ്യോ, ദേഹത്താകെ മുറിവുണ്ടല്ലോ. യൂനീസ്, ഇവർ പൗലോസും ബർന്നബാസും, യേശുവിന്റെ ശിഷ്യന്മാർ. ഓ എന്റെ കർത്താവേ! മോനെ, മോനെ തീമോത്തി, ഒന്ന് വേഗം വരൂ. മകളെ, നിങ്ങൾ ആരൊക്കെയാണ്? ഗുരു, ഞാൻ യൂനിസ്. ഇത് എന്റെ അമ്മ ലോവാസ്. ഇത് എന്റെ മകൻ തീമോത്തിയോസ്. ഞങ്ങൾ അവനെ തീമോത്തി എന്ന് വിളിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ ഭർത്താവ് ഒരു ഗ്രീക്കുകാരനാണ്. ഞാൻ ഒരു യഹൂദ സ്ത്രീയും. ഞങ്ങളുടെ കുടുംബം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. മോനെ തീമോത്തി, ഇവർക്ക് വെള്ളം കൊടുക്ക്, മുറിവുകളിൽ മരുന്ന് വെച്ചു കൊടുക്ക്. ഒന്ന് വേഗമാകട്ടെ. അമ്മേ, ഞങ്ങളുടെ ശരീരം വേദനിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ആത്മാവിൽ സന്തോഷിക്കുന്നു. യേശു ഞങ്ങളുടെ രക്ഷകനാണെന്ന് എപ്പോഴും വിളിച്ചു പറയുന്ന ഞങ്ങളെ അദ്ദേഹം സംരക്ഷിക്കും. ഞങ്ങൾക്കൊന്നിലും ഭയമില്ല അമ്മേ. ഗുരുനാഥന്മാരെ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടിന് യേശുനാഥൻ പ്രതിഫലം നൽകും. കാരണം യേശു എല്ലാവർക്കും വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈ ദുഷ്ടന്മാർ അറിയുന്നില്ലല്ലോ. മകനെ തിമത്തിയോസേ, നിന്റെ വിശ്വാസം വലുത്. ഈ വിശ്വാസം നിനക്ക് പകർന്നു തന്നത് വലിയമ്മ ലോവാസും അമ്മ യൂനിസുമാണ്. ദൈവം ഈ കുടുംബം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹായുടെ 1-ാം മിഷണറി യാത്ര ദർബിയിൽ അവസാനിച്ചു. അക്കാലത്ത് പരിച്ഛേദന കാര്യത്തിൽ സഭയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളായവർ എല്ലാവരും പരിച്ഛേദനയേറ്റവരായിരുന്നു. എന്നാൽ വിജാതീയർ ക്രിസ്തുമതം സ്വീകരിക്കാൻ പരിച്ഛേദന നിർബന്ധമാക്കിയിരുന്നില്ല. വിശുദ്ധ പൗലോസ്ലീഹായെ എൻ്റെ സഹോദരൻ, വിശ്വാസത്തിൽ യഥാർത്ഥ പുത്രൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരുന്ന തീത്തോസ് വിജാതീയനായിരുന്നു. അദ്ദേഹം പരിച്ഛേദന ഏറ്റിരുന്നില്ല. മറ്റൊരു ശിഷ്യനും ദൈവത്തിൻ്റെ മനുഷ്യൻ, വത്സലപുത്രൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരുന്ന തീമോത്തിയോസ് പരിച്ഛേദനയേറ്റ് ക്രിസ്ത്യാനിയായി. സഭയിൽ ഇത് വലിയ ചർച്ചാവിഷയമായപ്പോൾ പൗലോസ്ലീഹ വിശുദ്ധ പത്രോസ്ലീഹായിൽ നിന്നും ഒരു തീരുമാനം വേണമെന്ന് നിശ്ചയിച്ച് പൗലോസ്, ബർണബാസ്, തീത്തോസ് എന്നിവർ യെരുശലേമിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്ന് പത്രോസിനെയും യാക്കോബിനെയും കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു.
പത്രോസ് സഭയിലെ മൂപ്പന്മാരെ എല്ലാം ചേർത്ത് ഒരു യോഗം വിളിച്ചുകൂട്ടി. അതായിരുന്നു ഒന്നാം യെരുശലേം സുനഹദോസ്. വിശദമായ ചർച്ചകൾക്കൊടുവിൽ പത്രോസ് ലീഹായ്ക്ക് തുപ്പട്ടി ദർശനത്തിലൂടെ ദൈവം വിശുദ്ധീകരിച്ചതിനെ ആർ എതിർക്കും എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിജാതീയർ ക്രിസ്തുസഭയിൽ ചേരുന്നതിന് പരിച്ഛേദന ആവശ്യമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ശരീരത്തിൻ്റെ പരിച്ഛേദനയേക്കാൾ ഹൃദയത്തിൻ്റെ നിർമ്മലതയാണ് പ്രധാനമായിട്ടുള്ളത്. യെരുശലേമിലെ യഹൂദ ക്രിസ്ത്യാനികളിൽ നല്ല സ്വാധീനമുണ്ടായിരുന്ന യാക്കോബും യോഹന്നാനും ഈ തീരുമാനത്തോട് യോജിച്ചു. ഇതൊരു കൽപ്പനയായി വിവിധ സ്ഥലങ്ങളിലെ സഭകൾക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സിറിയയിലെ അന്ത്യോഖ്യയിൽ ഈ കൽപ്പന എത്തിക്കുകയും അവിടെ സഭയിൽ വായിക്കുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധ പൗലോസ് ലീഹായുടെ രണ്ടാം മിഷണറി യാത്ര ആരംഭിച്ചു. ബർണബാസ് മർക്കോസിനെയും കൂട്ടി കുപ്രോസ് ദ്വീപിലേക്കും പൗലോസ് ശീലാസിനെയും കൂട്ടി ആദ്യം സിറിയ, കിലിക്യ, ദർബെ, ലുസ്ത്ര എന്നിവിടങ്ങളിലേക്കും അവിടെ വെച്ച് തീമോത്തിയോസിനെയും ലൂക്കോസിനെയും കൂട്ടി ത്രോവാസ്, നവപ്പൊലി, തുടർന്ന് മക്കദോന്യയിലെ ഫിലിപ്പിയ ദേശത്തെത്തി. ജൂലിയ, നീ അറിഞ്ഞോ? യഹൂദയിലും യെരുശലേമിലുമെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്ന്. ഇത് നിന്നോട് ആര് പറഞ്ഞു? ഓ, നീ പട്ടുവസ്ത്രങ്ങൾ വിൽക്കാൻ നടക്കുന്നത് കൊണ്ട് വാർത്തകൾ പെട്ടെന്ന് അറിയുമല്ലോ. ഏയ്, അങ്ങനെയൊന്നുമല്ല. എന്റെ അപ്പൻ കച്ചവടത്തിന് യെരുശലേമിൽ ചെന്നപ്പോൾ യേശു ശിഷ്യനായ പത്രോസിന്റെ പ്രസംഗം കേട്ടു. മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റിയാണ് പ്രസംഗിച്ചത്. എന്തൊക്കെ അത്ഭുതങ്ങളാണ് യേശുവിന്റെ നാമത്തിൽ അവർ ചെയ്യുന്നത്. ലുദിയ, നമ്മൾ ഫിലിപ്പിയക്കാർ ഇന്നും ഈ മന്ത്രവാദവും വിഗ്രഹാരാധനയുമായി നടക്കുന്നു. എടി, നമ്മുടെ നവോമിയുടെ മകന് അസുഖം വന്നിട്ട് ആ മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുപോയതല്ലേ? കുറച്ച് തല്ലുകൊണ്ടതല്ലാതെ രോഗം മാറിയോ? ഇല്ല. ആ, പിന്നെ അവർ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി ബലി കഴിച്ചു. എന്നിട്ടും മാറിയോ? എവിടെ? അതൊന്നും സത്യദൈവമല്ലടി. സത്യദൈവം യേശുവാണ്. അതാ ആരൊക്കെയോ വരുന്നുണ്ട്. ഇതുവരെ ഇവിടെ കാണാത്ത ആളുകളാണല്ലോ. സഹോദരിമാരെ, നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാണോ? ഞാൻ ലുദിയ, ഫിലിപ്പിയയിലെ തൂയതൈറ പട്ടണത്തിൽ നിന്നും വന്നതാണ്. ചുവന്ന പട്ടുവസ്ത്രങ്ങൾ വിൽക്കുന്നതാണ് എന്റെ ജോലി. ഇതാ, ഒരെണ്ണം എടുക്കട്ടെ? ഇപ്പോൾ വേണ്ട. ഞാൻ ജൂലിയ, പഴങ്ങൾ വിൽപ്പനയാണ് ജോലി. ഗുരു, നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കൂ. നല്ല മധുരമുള്ള പഴങ്ങൾ. അതെ, നല്ല സ്വാദുണ്ട്. ഗുരു, ഇതാ വേറെ പഴങ്ങൾ. ഈ ഫിലിപ്പിയയിലെ പഴവർഗ്ഗങ്ങളെല്ലാം പേര് കേട്ടതാണ്. അങ്ങ് ഇതൊന്ന് രുചിച്ചു നോക്കൂ. മതി സഹോദരി. ഇത് കൊള്ളാമല്ലോ. നല്ല ഭംഗിയുള്ള പട്ടുവസ്ത്രം. ഇത് കടും ചുവപ്പാണല്ലോ. നമ്മുടെയൊക്കെ ഉള്ളിലെ പാപങ്ങളും ഇതുപോലെ കടും ചുവപ്പാണ്. ഇതൊക്കെ ഞങ്ങൾ തന്നെ തുന്നിയെടുക്കുന്ന വസ്ത്രങ്ങളാണ് ഗുരു. കുഞ്ഞേ, ഇത് മനസ്സിലാക്കൂ. ഇതുപോലെ കടും ചുവപ്പായ പാപങ്ങളെ മഞ്ഞുപോലെ വെളുപ്പിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ ഗുരു യേശുവിന്റെ സ്നേഹം. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? യേശുവിനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. മകളെ, പാപമില്ലാത്തവനായ യേശു പാപികളായ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ വീണ്ടും വരും. നിങ്ങൾ യെരുശലേമിൽ നിന്നും വന്ന ക്രിസ്ത്യാനികളാണോ? തീർച്ചയായും. യെരുശലേമിൽ നിന്നും യേശുവിന്റെ അപ്പോസ്തലന്മാരായ പത്രോസും യാക്കോബുമാണ് ഞങ്ങളെ അയച്ചത്. ഗുരു, ഈ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾ കണ്ട് ഞങ്ങൾ മടുത്തു. ഗുരു, ഇതാണ് എന്റെ മാതാപിതാക്കൾ. ഞങ്ങളെയും ക്രിസ്തുവിലാക്കുവാൻ അങ്ങ് സഹായിക്കുമോ? തീർച്ചയായും. ശീലാസ്, അല്പം വെള്ളം കൊണ്ടുവരൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു.
അങ്ങ് ഞങ്ങളെ കർത്താവിന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് താമസിക്കണം. ഞങ്ങളുടെ ബന്ധുക്കളായി കുറെ അധികം പേർ അവിടെയുണ്ട്. അവർക്കും സുവിശേഷം കേൾക്കാമല്ലോ. ഗുരു, ഞങ്ങളെയും കൂടെ. തീർച്ചയായും. മഹാന്മാരെ, മഹതികളെ, കടന്നു വരൂ, കടന്നു വരൂ. പുരുഷന്മാരെ, സ്ത്രീകളെ, ഭാവി ഭൂതം എല്ലാം പറയാം. പറയുന്ന കാര്യം ശരിയാണെങ്കിൽ മാത്രം പണം തന്നാൽ മതി. മഹാന്മാരെ, മഹതികളെ, കടന്നു വരൂ. ഭാവി ഭൂതം എല്ലാം പറയാം. പുരുഷന്മാരെ, സ്ത്രീകളെ, കടന്നു വരൂ. എല്ലാം മനസ്സിലാവുന്നുണ്ട്. കടന്നു വരൂ, കടന്നു വരൂ. മനസ്സിലാവുന്നുണ്ട്. പറയുന്ന കാര്യം ശരിയാണെങ്കിൽ മാത്രം പണം നൽകിയാൽ മതി. ഭാവി ഭൂതം എല്ലാം പറയാം. കടന്നു വരൂ, കടന്നു വരൂ. ഊഫ്, കഷ്ടമായല്ലോ. ആ അടിമ പെണ്ണ് വരുന്നുണ്ട്. അവൾ വല്ലതുമൊക്കെ വിളിച്ചു പറയും. ഒന്നും മിണ്ടണ്ട. അതൊരു ചെറുപ്പക്കാരിയാണല്ലോ. ആരാണ് അവൾ? അതൊരു അടിമ പെണ്ണാണ്. അവൾക്ക് 3 യജമാന്മാരുണ്ട്. അവർ വില കൊടുത്തു വാങ്ങിയ അടിമയാണവൾ. അതിനെന്താണ്? അവൾക്ക് വേറെന്തോ കുഴപ്പമുണ്ടല്ലോ. അവൾ മുഖം നോക്കി ലക്ഷണം പറയും. ഭൂതം ഭാവി എല്ലാം പറയും. ലക്ഷണം കേൾക്കുന്നവർ പണം കൊടുക്കും. അത് കൊണ്ടുപോയി അവൾ യജമാനന്മാർക്ക് കൊടുക്കും. അവർക്ക് നല്ല വരുമാനവും കിട്ടും ഈ അടിമ പെണ്ണിനെയും കൊണ്ട്. അവൾക്കെന്തോ പിശാച് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. ഗുരു, ഞങ്ങൾ പോവുകയാണ്. അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ദേ, അവിടെയാണ് പള്ളി. നിങ്ങൾ നടന്നോളൂ. വാ, നമുക്ക് പോകാം. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. അതെ, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാ. ലക്ഷണങ്ങൾ ഒത്തിരി പറയാനുണ്ട്. കുടുംബമായി കച്ചവടത്തിന് വന്നതാണല്ലേ. പക്ഷെ കച്ചവടം നടന്നില്ല. അതെ, കച്ചവടം നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കടം കൂടിയിരിക്കുന്നു അല്ലേ. വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. ശരിയാണ്. എന്ത് ചെയ്യണം? സാരമില്ല. നാട്ടിൽ പോയി അസ്ത്രോത്ത് ദേവിക്ക് വഴിപാട് കഴിച്ചോളും. എല്ലാം ശരിയാകും. എത്രയാ? നന്നായിട്ട് കൊടുത്തോളൂ, എങ്കിലേ ബലം കിട്ടൂ. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. രക്ഷാമാർഗം നിങ്ങളെ അറിയിക്കാൻ വന്നവർ. അതേ ദൈവദാസന്മാർ. അതേ ദൈവദാസന്മാർ. അതേ, അവർ ദൈവദാസന്മാർ. സഹോദര ശീലാസ്, ഈ കുട്ടിയെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അതെ, ഇപ്പോൾ പലതവണയായി ഇവൾ നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഹേ ദുരാത്മാവേ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, അവളെ വിട്ട് പോകൂ. യജമാനന്മാരെ, എന്നോട് ക്ഷമിക്കൂ. ഹേ, നിങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങളുടെ വരുമാനം നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? നാട്ടുകാരെ, ഓടി വരൂ. ഇവരെ ഈ പട്ടണത്തിൽ കലഹം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. ഇവരെ പിടിച്ചുകെട്ടി നഗരാധിപന്റെ മുമ്പിൽ കൊണ്ടുപോകൂ.
കൊണ്ടുവരൂ. ഈ ഫിലിപ്പിയ നഗരം ശാന്തമാണല്ലോ. ഇവർ എന്ത് അന്യായമാണ് പ്രവർത്തിച്ചത്? ഈ മനുഷ്യർ പട്ടണത്തിൽ അശാന്തി വളർത്തുകയും ജനങ്ങളെ തമ്മിൽ അകറ്റുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്ത് അശാന്തി പടർത്തുകയോ? വിശദമായി പറയൂ. റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ ഇവർ പ്രസംഗിക്കുന്നു. അവർ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നു. അവരെ ശിക്ഷിക്കണം. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ പറയുന്നത് മുഴുവൻ കള്ളമാണ്. സത്യം മറച്ചു വെക്കുന്നു. അശാന്തി പടർത്തുന്നവരുടെ ഒരു ന്യായവും ഈ നീതിസഭ കേൾക്കുകയില്ല. ഭയപ്പെടാതിരിക്കൂ ശീലാസ്, സത്യം എന്തെന്ന് പിന്നീട് അറിയും. ഇവർ കാരണം ഫിലിപ്പിയയിൽ ലഹള തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവരെ വസ്ത്രമുരിഞ്ഞ് ചാട്ട കൊണ്ട് 18 പ്രാവശ്യം അടിച്ച് കാരാഗ്രഹത്തിൽ അടക്കും. ഉത്തരവ് പോലെ. അയ്യോ, എന്താണ് ഇവിടെ സംഭവിച്ചത്? കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. തടവുകാരെല്ലാവരും രക്ഷപ്പെട്ടു കാണും. അധികാരികളോട് ഞാൻ എന്തു പറയും? ഇല്ല, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അരുത് സഹോദര, അരുത്. സാഹസം കാട്ടരുത്. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ആരും രക്ഷപ്പെട്ടിട്ടില്ല. യജമാനന്മാരെ, വാതിലുകൾ തുറന്നു കിടന്നിട്ടും നിങ്ങൾ രക്ഷപ്പെട്ടില്ല. നിങ്ങൾ ശരിക്കും ദൈവപുരുഷന്മാരാണെന്ന് ഞാൻ കരുതുന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇങ്ങനെ ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുകയാണ്. തടവറ താനേ തുറന്നിരിക്കുന്നു. നിങ്ങളിൽ ദൈവകൃപ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. യജമാനെ, കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. വരൂ, എന്റെ വീട്ടിലേക്ക് പോകാം. ഈ രാത്രിയിലോ? ഈ രാത്രിയിൽ തന്നെ നമുക്ക് പോകണം. അതെ, ഈ രാത്രിയിൽ തന്നെ പോകാം. നിങ്ങൾ മൂലം എന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കട്ടെ. ആരെവിടെ? പ്രഭു, അടിയൻ. ഇന്നലെ തടവിലാക്കിയ ആ മനുഷ്യരെ വിളിക്കൂ. വാദികൾ ആരോപിച്ചതുപോലെ ഇവർ രണ്ടുപേരും ഫിലിപ്പിയ പട്ടണത്തിൽ ഒരു കലഹവും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഭടന്മാർ വിശദമായി അന്വേഷിച്ചു. അതുകൊണ്ട് അവരെ വെറുതെ വിടാം നാം തീരുമാനിച്ചിരിക്കുന്നു. അതെങ്ങനെ ശരിയാകും? അല്ലയോ നീതിസഭയുടെ അധ്യക്ഷ, റോമ പൗരന്മാരായ ഞങ്ങളെ വിസ്താരം കൂടാതെ അടിച്ച് തടവിലാക്കിയില്ലേ? ഇപ്പോ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നു. ഇതിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് റോമ ഗവർണറുടെ അടുത്ത് മേൽവിചാരണയ്ക്ക് പോകണം. എന്ത്? നിങ്ങൾ റോമ പൗരന്മാരാണെന്നോ? അതെ, ജന്മം കൊണ്ട് റോമ പൗരനാണ് ഞാൻ. എന്തുകൊണ്ട് ഇത് ആദ്യമേ പറഞ്ഞില്ല? ഞങ്ങളെ പറയാൻ അനുവദിച്ചില്ല. ക്ഷമിക്കൂ സഹോദരന്മാരെ, എനിക്ക് തെറ്റുപറ്റി. ദയവ് ചെയ്ത് നിങ്ങൾ മേൽവിചാരണയ്ക്ക് പോകരുത്. മേലിൽ ആവർത്തിക്കില്ല. ശരി, ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. മേലിൽ ഇങ്ങനെ ഉണ്ടാകും. ഇല്ല, ഒരിക്കലുമില്ല. ഇവരെ ആദരവോടെ മടക്കി അയക്കാനുള്ള ഏർപ്പാട് ഉടൻ ചെയ്യും.
വിജാതീയരുടെ അപ്പോസ്തോലൻ എന്ന് വിളിക്കപ്പെട്ട വിശുദ്ധ പൗലോസ് ദൈവം നയിക്കുന്നിടത്തെല്ലാം പോകാനും തൻ്റെ ദൗത്യം നിറവേറ്റുന്നതിനുമായി ആവശ്യമായതെല്ലാം ത്യജിക്കാനും പ്രതിജ്ഞാബദ്ധനായിരുന്നു. ഫിലിപ്പിയിൽ നിന്നും അദ്ദേഹം തെസലോനിക്കയിലെത്തി ധാരാളം ക്രിസ്തീയ കൂട്ടായ്മകൾ ഉണ്ടാക്കി. ഇത് കണ്ട യഹൂദന്മാർ കലാപമുണ്ടാക്കാൻ തുടങ്ങി. തെസലോനിക്കയിൽ നിന്ന് ജീവരക്ഷാർത്ഥം രാത്രിയിൽ നഗരം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനെ ബെരോവയിലെത്തി. അവിടെയും യഹൂദർ അദ്ദേഹത്തിനെതിരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ശീലാസിനെയും തിമത്തിയോസിനെയും ബെരോവയിൽ നിർത്തി അദ്ദേഹം അനുയായികളുടെ നിർബന്ധത്തിന് വഴങ്ങി ഗ്രീസിലെ അഥേന എന്നറിയപ്പെടുന്ന ഏതൻസിലെത്തി. ഏതൻസിൽ വിശുദ്ധ പൗലോസിന് അന്ന് അത്രയധികം അനുയായികളെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം അന്ന് പാകിയ വിത്ത് പിന്നീട് 100 മേനിയായി വിളഞ്ഞു. ഇന്ന് ഗ്രീസ് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ്. 85% ആളുകളും ക്രിസ്ത്യാനികൾ. ഏതൻസിൽ നിന്ന് വിശുദ്ധ പൗലോസ് കൊരിന്തിലേക്ക് യാത്ര തിരിച്ചു. കൊരിന്ത് അതിപ്രധാനമായ വാണിജ്യ കേന്ദ്രവും തുറമുഖ നഗരവുമായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം അക്കില്ലാസിനെയും പ്രിസ്കില്ലയെയും കണ്ടുമുട്ടി. അവർ കൂടാരപ്പണിക്കാരായിരുന്നു. കൂടാരപ്പണി അറിയാമായിരുന്ന പൗലോസ് അവരോടുകൂടെ താമസിച്ച് കൂടാരപ്പണി ചെയ്തും വചനം സംസാരിച്ചും കഴിഞ്ഞു പോന്നു. കൊരിന്തിലെ പ്രവർത്തനം മൂലം നിരവധി കുടുംബങ്ങളും ആളുകളും ക്രിസ്ത്യാനികളായി മാറി. യഹൂദർ ഇവിടെയും കലാപമുണ്ടാക്കി. 1.5 വർഷം അവിടെ താമസിച്ച അദ്ദേഹത്തോടൊപ്പം ശീലാസും തിമത്തിയോസും മാസിഡോണിയയിൽ നിന്നും എത്തിച്ചേർന്നു. മൂവരും കൂടി എഫേസോസിലേക്ക് യാത്രയായി. മന്ത്രവാദത്തിനും ബിംബാരാധനയ്ക്കും പ്രശസ്തമായിരുന്ന എഫേസോസിൽ അവർ എത്തിച്ചേർന്നു. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളോട് ഇപ്രകാരം ആജ്ഞാപിക്കുന്നു: സുവിശേഷം പ്രസംഗിക്കുക, എല്ലാ കാലത്തും ഉത്സാഹപൂർവം പ്രസംഗിക്കുക, അഭ്യർത്ഥിക്കുകയും ശാസിക്കുകയും ചെയ്യുക, എപ്പോഴും ക്ഷമയോടെ ഇരിക്കുക. എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും മറന്നു പോകരുത്. എഴുതിയ ലേഖനങ്ങൾ അതാത് സഭകൾക്ക് കൊടുത്തയക്കുക. അങ്ങ് എന്തിനാണ് ഇത് പറയുന്നത്? അങ്ങ് എങ്ങോട്ടോ യാത്ര പോകുന്ന പോലെ. എല്ലാം നല്ലതിന് തന്നെ. പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഇനി ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഇല്ല, അങ്ങ് പോകരുത്. അങ്ങ് പോയാൽ ഞങ്ങളെ ആര് നയിക്കും? ഇനി അങ്ങ് എന്ന് കാണും? അങ്ങ് പോകരുത്, അങ്ങ് പോകരുത്, അങ്ങ് പോകരുത്. എന്റെ മക്കളെ, ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കുവാനായി പരിശുദ്ധാത്മാവ് നിയോഗിച്ച അധ്യക്ഷരാണ് നിങ്ങൾ ഓരോരുത്തരും. ഗുരു, അങ്ങ് ഞങ്ങളെ വിട്ടു പോകരുത്. കുറച്ചു നാൾ കൂടെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടെ? ഗുരു, ദയവ് ചെയ്ത് അങ്ങ് പോകരുത്. അങ്ങ് പോയാൽ ഞങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഈ ജനം ഞങ്ങളെയും കല്ലെറിഞ്ഞു കൊല്ലും. അതുകൊണ്ട് അങ്ങ് പോകരുതേ. കരയാതെ മക്കളെ, ഈ ആട്ടിൻകൂട്ടത്തെ മുഴുവൻ നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. എന്ത് പീഡകൾ വന്നാലും കർത്താവിന്റെ വചനം ഏവരോടും പ്രഘോഷിക്കുക. എൻ്റെ വാത്സല്യപുത്രൻ തീമോത്തിയോസ്.
നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഞാൻ എന്തു ചെയ്യും എന്റെ ഗുരു? ഞാനും അങ്ങയുടെ ഒപ്പം പോരട്ടെ. എന്റെ പിതാവേ, ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും? അയ്യോ, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്റെ ഗുരു, അങ്ങ് അനുഭവിച്ചതുപോലെയുള്ള ദുരിതവും പീഡനങ്ങളും ഞങ്ങൾ എങ്ങനെ മറക്കും? അവയിൽ നിന്നെല്ലാം അങ്ങയെ രക്ഷിച്ച കർത്താവ് ഇപ്പോഴും അങ്ങയെ രക്ഷിക്കില്ലേ? അങ്ങയുടെ മുഖം ഇനി ഞങ്ങൾ കാണുകയില്ലേ? ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? എന്റെ ദൈവമേ, ഇത് ഞങ്ങൾ എങ്ങനെ സഹിക്കും? ഗുരു, ഇത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. മക്കളെ, മനുഷ്യർ നല്ല ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കാത്തവരും സത്യത്തിനെതിരായി കെട്ടുകഥകൾക്ക് ചെവി കൊടുക്കുന്നതുമായ ഒരു കാലം വരും. നിങ്ങൾ ആരും ദുഃഖിക്കരുത്. പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിപ്പിൻ. യേശുവിൽ വിശ്വസിക്കൂ. അവൻ നിങ്ങളെ വഴി നടത്തും. എനിക്കൊന്നിനെ കുറിച്ച് ഭയമില്ല. നിങ്ങൾ ആരും കരയരുത്. നിങ്ങൾ ആരും കരയേണ്ടത് മക്കളെ. എഫേസോസിൽ നിന്നും അദ്ദേഹം യെരുശലേമിലെത്തി യാക്കോബിന്റെ ഭവനത്തിൽ പാർത്തു. ആ കാലം കൊണ്ട് തന്നെ ധാരാളം യഹൂദന്മാർ ക്രിസ്ത്യാനികളായി മാറിയിരുന്നു. അവർ അദ്ദേഹത്തോട് താങ്കൾ യഹൂദ നിയമങ്ങൾ പാലിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുവാൻ തങ്ങളുടെ 4 ശിഷ്യന്മാരെ ദേവാലയത്തിൽ കൊണ്ടുപോയി ആചാരങ്ങൾ നടത്തണം എന്ന് പറഞ്ഞു. വിശുദ്ധ പൗലോസ് അത് സമ്മതിച്ചു. എന്നാൽ ദൈവാലയത്തിൽ ആ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശത്രുക്കളായ യഹൂദന്മാർ അദ്ദേഹത്തിനെതിരെ കലാപം ഇളക്കിവിട്ടു. പൗലോസ് ഒരു വിജാതീയനെ ദേവാലയത്തിൽ പ്രവേശിപ്പിച്ച് അശുദ്ധമാക്കിയെന്ന കള്ളക്കഥയുണ്ടാക്കി അദ്ദേഹത്തെ പിടികൂടി വധിക്കുവാൻ ഗൂഢാലോചന നടത്തി. ഇത് മനസ്സിലാക്കിയ പൗലോസിന്റെ സഹോദരിയും സന്നിധിയും സംഘാംഗത്തിന്റെ ഭാര്യയുമായ ഒരു സ്ത്രീ യെരുശലേം ദേവാലയത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ലൂസിയാസ് എന്ന സേനാനായകനെ അറിയിക്കുകയും അദ്ദേഹം വിശുദ്ധ പൗലോസിനെ കലാപകാരികളിൽ നിന്നും രക്ഷിച്ച് വലിയ ഒരു സൈന്യത്തിൻ്റെ അകമ്പടിയോടെ റോമ ഗവർണറുടെ ആസ്ഥാനമായ സെസറിയയിലേക്ക് അയച്ചു. അന്നത്തെ റോമൻ ഗവർണറായ ഫെലിക്സ് ദുർനടപ്പുകാരനും കൈക്കൂലിക്കാരനുമായിരുന്നു. വിശുദ്ധ പൗലോസിന്റെ വിചാരണ അകാരണമായി അദ്ദേഹം മാറ്റിവെച്ചു. തുടർന്ന് ഗവർണറായ ഫെസ്തോസ് നീതി തൽപരനായിരുന്നു. അദ്ദേഹം പൗലോസിനെ വിസ്തരിക്കുന്നതിന് മുമ്പ് യെരുശലേമിൽ നിന്ന് അദ്ദേഹത്തെപ്പറ്റി എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. യെരുശലേമിൽ നിന്നും വന്ന യഹൂദ പുരോഹിതർ ശക്തിയുക്തം വാദിച്ചിട്ടും പൗലോസിന്റെ മേൽ ഒരു കുറ്റവും കാണുവാൻ ഗവർണർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് പൗലോസിനെ വിട്ടയക്കാൻ തീരുമാനിച്ച ഫെസ്തോസ് താൻ റോമാ പൗരനാണെന്നും തനിക്ക് ക്ലൗഡിയാസ് ചക്രവർത്തിയുടെ പക്കൽ മേൽവിചാരണ വേണമെന്ന ആവശ്യം കേട്ട് അത്ഭുതപ്പെട്ടു. അതിനിടെ അവിടെ എത്തിയ അഗ്രിപ്പ രാജാവും അദ്ദേഹത്തിൻ്റെ സഹോദരി വെറോണിക്കയും പൗലോസിന്റെ വാദം കേട്ടു. അവർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. റോമിലെത്തിയ പൗലോസിന്റെ വാദം വാദികൾ വരാത്തതിനാൽ നീട്ടിവെച്ചു. 3 വർഷത്തോളം ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഒരു വീട്ടിൽ താമസിച്ച് സുവിശേഷ പ്രവർത്തനം നിർബാധം നടത്തിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് തൻ്റെ 3ാം മിഷണറി യാത്രയുടെ ഭാഗമായി റോമിൽ നിന്ന് സ്പെയിൻ, എഫേസോസ്, കൊരിന്ത്, ക്രേത്ത എന്നിവിടങ്ങളിലേക്ക് പുറപ്പെട്ടു. ഇതിനിടെ ക്രേത്തയിലെ മെത്രാനായി തീത്തോസിനെ അദ്ദേഹം വാഴിച്ചു. എന്നാൽ ക്ലൗഡിയാസ് ചക്രവർത്തിക്ക് ശേഷം അതിക്രൂരനായ നീറോ റോമയുടെ ചക്രവർത്തിയായി. AD 64 ജൂലൈ 19 റോമാ നഗരത്തിൽ ചേരികളിൽ 6 ദിവസം നീണ്ടുനിന്ന ഒരു അഗ്നിബാധയുണ്ടായി.
നഗരം പുതുക്കിപ്പണിയുന്നതിന് നീറോ ചക്രവർത്തി തന്നെയാണ് അഗ്നിബാധയുടെ കർത്താവെന്ന് ജനം പറഞ്ഞു തുടങ്ങി. പരിഭ്രാന്തനായ നീറോ ആ കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ ചുമത്തി അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. അതേ കുറ്റത്തിന് വിശുദ്ധ പത്രോസിനെയും തടവിലാക്കി. ഇതേ സമയം തൻ്റെ വിശുദ്ധ പൗലോസിനെയും ഏഷ്യ മൈനറിലെ ത്രാസിൽ വെച്ച് തൻ്റെ സ്നേഹിതനായ കർസസിന്റെ ഭവനത്തിൽ നിന്ന് പിടികൂടി കയ്യാമം വെച്ച് റോമിലെ കുപ്രസിദ്ധമായ മാമറ്റിൻ തടവറയിലേക്ക് കൊണ്ടുവന്നു. അവിടെ കൊടിയ പീഡനങ്ങളാണ് പൗലോസിന് നേരിടേണ്ടി വന്നത്. റോമിലെ കുപ്രസിദ്ധമായ മാമറ്റൻ തടവറ എന്ന് പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര ക്രൂരമായ ശിക്ഷ നടപ്പാക്കുന്ന തടവറയാണെന്ന് അനുഭവിച്ചപ്പോഴാണ് മനസ്സിലായത്. ലൂക്കോസ്, ഈ ചാട്ടയടി നമുക്കൊരു ശീലമായില്ലേ? ഇന്ന് അയാളുടെ കൈ വേദനിച്ച് കാണും. പെട്ടെന്ന് നിർത്തി. പാവങ്ങളാണ്, അവർക്ക് അവരുടെ ജോലി ചെയ്യണ്ടേ? ഗുരു, റോമിലുണ്ടായ അഗ്നിബാധയുടെ പേര് പറഞ്ഞ് ഭൂരിഭാഗം ക്രിസ്ത്യാനികളെയും അവർ കൊന്നുകളഞ്ഞു. ചിലരെ ക്രൂര മൃഗങ്ങൾക്കും നായ്ക്കൾക്കും ഭക്ഷണമായി കൊടുത്തു. മറ്റു ചിലരെ തൂണിൽ കെട്ടിയിട്ട് എണ്ണയും താറുമൊഴിച്ച് കത്തിച്ച് തീപ്പന്തമാക്കി നീറോയുടെ രാത്രികേളികൾക്ക് വെളിച്ചമാക്കി ഉപയോഗിക്കുന്നു. ചിലരെയൊക്കെ ക്രൂശിൽ തറച്ചു. മറ്റു ചിലരെ ദിവസങ്ങളോളം സൂര്യൻ അഭിമുഖമായി നഗ്നനാക്കി നിർത്തി ഇഞ്ചിഞ്ചായി കൊന്നു. ഇതെല്ലാം അയാളുടെ ക്രൂര വിനോദങ്ങളാണ്. എന്നിട്ട് നീറോ എന്തു നേടി? ആ ഓരോ രക്തസാക്ഷികളുടെയും പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടു. നീറോയ്ക്കോ റോമാ നഗരം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ച അതിക്രൂരനായ ചക്രവർത്തി എന്ന ദുഷ്പേര് മാത്രം. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് ശക്തി തരണമേ. ഓരോ ക്രിസ്ത്യാനിയുടെയും രക്തം ഈ സഭയ്ക്ക് വളമായി മാറും. നാളെ നാമും വധിക്കപ്പെടും. എന്നാൽ ക്രിസ്തു സഭ വളരുക തന്നെ ചെയ്യും. ഈ നീചന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗുരു, അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ പത്രോസ് ഈ തടവറയിലുണ്ട്. ക്രിസ്ത്യാനികളുടെ നേതാവായതുകൊണ്ട് അതിക്രൂരമായ ശിക്ഷകളാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നത്. ഈ തടവറയിൽ മനുഷ്യപ്പറ്റുള്ള 2 പട്ടാളക്കാരുണ്ട്, മാർട്ടീനിയനും ഐനിയാസും. അവർ രഹസ്യമായി എന്നെ അറിയിച്ചതാണ്. പത്രോസിന്റെ വാദം കഴിഞ്ഞു. വധശിക്ഷ വിധിച്ചു. കർത്താവിന്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് മരിക്കാൻ തന്നെ തലകീഴായി ക്രൂശിക്കണമെന്ന് അദ്ദേഹം ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുവേ, ക്രിസ്തീയ സഭയുടെ അസ്ഥിവാരമായ പത്രോസിന് കൃപ കൊടുക്കണമേ. ലൂക്കോസ്, എന്റെ നാളുകളും എണ്ണപ്പെട്ടു കഴിച്ചു. എന്റെ വാത്സല്യപുത്രൻ തീമോത്തിയോസിന് ഞാൻ എഴുതിയ ലേഖനത്തിൽ എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എന്നെഴുതിയിട്ടുണ്ട്. അങ്ങേക്ക് എന്തൊരു ധൈര്യമാണ്! അങ്ങ് അതെങ്ങനെ നേടി? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. ഗുരു, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങെല്ലാം മുൻകൂട്ടി കണ്ടിരിക്കും. ഹേ ലൂക്കോസ്, നിങ്ങളുടെ തടവറ അപ്പുറത്തല്ലേ? ഇദ്ദേഹം റോമാ പൗരനായതുകൊണ്ട് ആവശ്യമായ ശുശ്രൂഷ ചെയ്യാൻ അനുവാദം തന്നിട്ട് വന്നതാണ്. പൗലോസ്, താങ്കളെ ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേഗം വരൂ. ലൂക്കോസ്, നമ്മൾ തമ്മിൽ ഇനി കണ്ടെന്ന് വരില്ല. എങ്കിലും ഞാൻ എഴുതിയ ലേഖനങ്ങൾ ഓരോന്നും എന്റെ വാത്സല്യവാൻ തീമോത്തിയോസിനെ നീ ഏൽപ്പിക്കണം. ഗുരു, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ ഇനിയും കാണും. ഇവിടെ ഇരുന്ന് ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എല്ലാം എഴുതി വെക്കും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ.
ഒരിക്കലും പതറരുത്. കർത്താവിൻ്റെ കരങ്ങൾ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മതി മതി, പോകാം. സൂര്യൻ അസ്തമിക്കാത്ത റോമാ സാമ്രാജ്യത്തിന്റെ അനിഷേധ്യനായ നീറോ ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളുന്നു. പൗലോസിനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കും. ഉത്തരവ്. പൗലോസ്, നീ ക്രിസ്ത്യാനികളുടെ രക്ഷകനായി അഭിനയിച്ച് റോമ ഗവൺമെന്റിനെതിരായി ജനങ്ങളെ സംഘടിപ്പിക്കുകയും രാജ്യദ്രോഹം നടത്തുകയും ചെയ്തിരിക്കുന്നു. നഗരത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇയാൾക്കും പങ്കുണ്ടാകാം തിരുമനസ്സേ. അല്ലയോ ചക്രവർത്തി, ഞാൻ ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിൽ പ്രമുഖനായിരുന്നു. എന്നാൽ കർത്താവായ യേശു തന്റെ കൃപയാൽ എന്നെ ശക്തിപ്പെടുത്തി. ഞാൻ ക്രിസ്തുവിന്റെ അനുയായിയായി മാറി. ഈ റോമിന്റെ അധികാരി ഇപ്പോൾ ഞാനാണ്. പൗലോസ്, നിന്റെ പ്രവർത്തനം മൂലം യഹൂദ ജനം വഴിതെറ്റിപ്പോകുന്നു. നിന്നെ ശിക്ഷിപ്പാനും വിട്ടയപ്പാനും നമുക്ക് അധികാരമുണ്ടെന്ന് മനസ്സിലാക്കുക. എന്റെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതവും തന്റെ മഹത്വത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു. തിരുമനസ്സേ, ഇവൻ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങളല്ല അനുസരിക്കുന്നത്. നിനക്ക് നമ്മെ അറിയില്ല. നമ്മുടെ രാജ്യത്ത് അഗ്നിബാധ വരുത്തിയ ക്രിസ്ത്യാനികളെ ഒന്നിനെയും നാം വെറുതെ വിടില്ല. പാദ്രിയോ, ആ പത്രോസിനെയും കൂട്ടാളികളെയും ഉടൻ തന്നെ നമുക്ക് വിസ്തരിക്കണം. അവരെ തുറങ്കിലടച്ചു തിരുമനസ്സേ. നിരവധി പേർ വധിക്കപ്പെട്ടു. ഒന്നിനെയും നമ്മൾ വെറുതെ വിടില്ല. ഹേ പൗലോസ്, നീ അനേക രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും പോയി ആളുകളെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. എനിക്ക് ഭയമില്ല. കാരണം ഞാൻ പഠിച്ചത് യെരുശലേമിലെ സന്നിധി സംഘാംഗവും മഹാപുരോഹിതനുമായ ഗമാലിയേലിന്റെ മുന്നിലാണ്. ഓഹോ, ഗമാലിയേലിന്റെ ശിഷ്യനാണല്ലേ നീ? റോമാ പൗരനാണോ? അതെ, ഞാൻ ജന്മം കൊണ്ട് റോമാ പൗരനാണ്. നീ ഒന്നുകിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ നിന്നെ എനിക്ക് ശിക്ഷിക്കേണ്ടതായിട്ട് വരും. അബ്രാഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും എനിക്ക് ആകുലതയില്ല തിരുമനസ്സേ. ദേശാധിപതി ഫെലിക്സും അഗ്രിപ്പ രാജാവും നിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായ ലേഖനം നമുക്ക് കൊടുത്തയച്ചു. നിന്റെ കൂടെ ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പൗലോസ്. അതെ പ്രഭു, ഇവർ കാരണം റോമിൽ ക്രിസ്ത്യാനികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ മരണം മൂലം ഞാനും അങ്ങയും ലോകം മുഴുവനിലും നിത്യരക്ഷ കൈവന്നിരിക്കുന്നു. ഞാൻ അനുഭവിച്ചറിഞ്ഞ രക്ഷകൻ ക്രിസ്തു മാത്രമാണ്. യേശു യേശു യേശു. നിർത്തു പൗലോസ്, ഇനി നീ ആ വാക്കുച്ചരിച്ചു പോകരുത്. എൻ്റെ കർത്താവിൽ പ്രശംസിപ്പാനും അവന്റെ വചനം പ്രസംഗിക്കാനും എനിക്കിടയാകട്ടെ. എൻ്റെ ദൈവം വസിക്കുന്ന മന്ദിരമായിരിക്കാൻ എനിക്കിടയാകട്ടെ. നീയൊരു റോമാ പൗരനായതുകൊണ്ട് നിന്നോട് നമുക്ക് ദയ തോന്നി. എന്നാൽ ഇനി അത് പ്രതീക്ഷിക്കണ്ട. ഈ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി നാം തീരുമാനിക്കും, അത് നടപ്പാക്കും. അങ്ങ് ചെവി കൊണ്ട് കേട്ടിട്ടും
കേൾക്കാതെയും കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാതെയും ഇരിക്കുന്നു. അങ്ങ് യഥാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. നിന്റെ ധിക്കാരം അതിരുകവിഞ്ഞിരിക്കുന്നു. അഹങ്കാരം മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. നിന്റെ പ്രവർത്തികൾ യഹൂദജനത്തെ വഴിതെറ്റിക്കുന്നു. പ്രിയ തിരുമനസ്സേ, നിങ്ങളോട് എനിക്ക് ഭയമില്ല. ഞാൻ എൻ്റെ ദൈവത്തെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. ഛീ, ധിക്കാരി! നീ നമ്മോട് ധിക്കാരം സംസാരിക്കുന്നു. നിന്നെ ശിക്ഷിക്കാനും വിട്ടയക്കാനും നമുക്ക് അധികാരമുണ്ടെന്ന് ഓർക്കണം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അതുകൊണ്ട് തിരുമനസ്സേ, അങ്ങയുടെ ഈ മാമറ്റിൻ തടവറയിൽ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ സന്തോഷത്തോടെ നേരിട്ടവനാണ് ഈ പൗലോസ്. അപ്പോൾ എന്തു തന്നെയായാലും മഹത്തായ റോമാ സാമ്രാജ്യത്തിന്റെ നാശത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ നീ ഇനിയും ഏർപ്പെടും, അല്ലേ? അല്ലയോ ചക്രവർത്തി തിരുമനസ്സേ, എന്റെ കർത്താവിലല്ലാതെ മറ്റൊന്നിലും ആശ്രയിപ്പാൻ എനിക്ക് സാധ്യമല്ല. പൗലോസ്, നീ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്യുന്നത്. ഞാൻ ഈ രാജ്യത്തിനെതിരായി ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല. തിരുമനസ്സേ, ഇവനെന്താ അഹങ്കാരമാണ്? അങ്ങേ ഇവൻ അവഹേളിക്കുകയല്ലേ? തിയഡോ, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഈ റോമൻ ജനതയുടെ വിശ്വാസാചാരങ്ങൾ, അതിനെതിരായി നീചമായ പഠിപ്പിക്കലുകൾ നടത്തുന്ന പൗലോസ് എന്ന നിന്നെ ശിക്ഷിക്കാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. മഹാനായ ചക്രവർത്തി തിരുമനസിന്റെ മുമ്പിൽ ഇത്രയും ധിക്കാരത്തോടെ പെരുമാറിയ ഇവനെ ക്രൂശിൽ തറച്ച് കൊല്ലണം തിരുമനസേ. തിരുമനസ്സേ, ഇവൻ റോമ പൗരനായതുകൊണ്ട് അത്രയും നിന്ദ്യമായ ശിക്ഷ കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ശിരച്ഛേദം ചെയ്യുന്നതാകും ഉചിതം. അത് ശരി തന്നെ. ഹേ തർസോസുകാരനായ പൗലോസ്, ഈ ക്രിസ്ത്യാനി വർഗം മുഴുവനും നീചന്മാരും എന്ത് ദുഷ്കൃത്യം ചെയ്യാനും മടിയില്ലാത്തവരും ആയതുകൊണ്ട് അവരിൽ ഒരാളായ നീ ഇവിടെയുള്ള മറ്റു ജാതികളെ തെറ്റായ പഠിപ്പിക്കലുകളിലൂടെ നാട്ടിൽ കലാപമുണ്ടാക്കിയതിനാൽ നിന്നെ നഗരത്തിന് പുറത്ത് സാൽവിയേഴ്സ് താഴ്വരയിൽ വെച്ച് ശിരച്ഛേദം ചെയ്ത് വധിക്കുവാൻ നാം കൽപ്പിക്കുന്നു. എനിക്കെന്റെ കർത്താവിനോട് ചേരാൻ സമയമായി. അല്ലയോ സമയമേ, ഒന്ന് വേഗം പോകൂ. അല്ലയോ നീറോ ചക്രവർത്തി, നിങ്ങളുടെ സമയവും എണ്ണപ്പെട്ട് കഴിഞ്ഞു. കൊണ്ടുപോകൂ ഈ രാജ്യദ്രോഹിയെ. ഇന്ന് തന്നെ ശിക്ഷ നടപ്പാക്കൂ.